Good afternoon, madam. Hi all, good afternoon. വിംബിൾ അക്കാഡമിയുടെ റെമഡിയൽ ക്ലബിന്റെ ഭാഗമായി നടത്തിവരുന്ന പാരന്റിംഗ് വെബിനാർ സീരീസിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ലീഡ് ചെയ്യുന്നത് സ്റ്റെഫി അനക മാം ആണ്. മാം നമ്മളുടെ വിംബിൾ അക്കാഡമിയിൽ ഡിപ്ലോമ ഇൻ മെഡിറ്റേഷൻ ആൻഡ് ഗട്ട് ബ്രെയിൻ ആക്സസ് കോഴ്സ് ഇപ്പൊ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാം മെഡിറ്റേഷൻ ട്രെയിനറും സ്പിരിച്വൽ ഹീലറും കൗൺസിലറും ബ്രീത്ത് വർക്ക് എക്സ്പേർട്ടും ആണ്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഫിൽ ആൻഡ് പവർ ഹീലിംഗ് ദ പാരന്റ് ടു നർച്ചർ ദ ചൈൽഡ് ആണ്. അപ്പോൾ ഈ സീരീസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്ന എല്ലാവർക്കും സ്വാഗതം. വെബിനാർ എടുക്കുന്നതിനായി സ്റ്റെഫി മാമിനെ സ്വാഗതം ചെയ്യുന്നു. Thank you, ma'am. Thank you so much. Hi all, good afternoon. എന്റെ വോയിസ് ക്ലിയർ ആണോ? അതെ മാഡം. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. സുഖല്ലേ എല്ലാവർക്കും? അതെ മാഡം, സുഖമാണ്. യെസ്. ഇതില് ആദ്യമായിട്ട് എന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? പരിചയപ്പെടാനാണ്. ആദ്യമായിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന ഞാൻ ആദ്യമായിട്ടാണ്. ആദ്യമായിട്ടാണ് അല്ലേ? ഓക്കെ. എന്റെ പേര് സ്റ്റെഫി എന്നാണ്. സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ്. ഇപ്പോൾ ഒരു മെഡിറ്റേഷൻ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുകയാണ്. 4 വർഷമായിട്ട് ഈ ഒരു മേഖലയിലാണ് വരുന്നത്. ആൻഡ് ഒരു സ്പിരിച്വൽ ഹീലർ ആൻഡ് കൗൺസിലറും കൂടി ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എനർജറ്റിക് മെഡിറ്റേഷനിലാണ്. അത് ഈ നമ്മുടെ വിംബിൾ അക്കാദമിയുമായിട്ട് ട്രെയിൻ ദ ട്രെയിനർ പ്രോഗ്രാമിലൂടെയാണ് ഞാൻ ഇവിടെ കണക്റ്റഡ് ആവുന്നത്. ട്രെയിൻ ദ ട്രെയിനർ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഡിപ്ലോമ ഇൻ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ ഒരു ഡിപ്ലോമ ലെവൽ മെഡിറ്റേഷൻ സർട്ടിഫൈഡ് കോഴ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇന്ന് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന റെമഡിയൽ ക്ലബിനും അതുപോലെ തന്നെ മറ്റെല്ലാ ഫാക്കൽറ്റീസിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ആൻഡ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്ന ടോപ്പിക് ഫിൽ ആൻഡ് പോർ അല്ലേ? ആൻഡ് മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് പാരൻസിനെയാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു മെഡിറ്റേഷൻ ട്രെയിനർ അല്ലെങ്കിൽ ഒരു ഹീലർ എന്നുള്ളതിനേക്കാൾ ഉപരി ഞാൻ കുറച്ച് സമയം നിങ്ങളുടെ അടുത്ത് ഒരു അമ്മയായിട്ട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആൻഡ് ഐ ഹാവ് എ ലിറ്റിൽ പ്രിൻസ്. ആൾക്ക് 5 വയസ്സായി. 1-2 കാര്യങ്ങൾ അവനെ പറ്റി പറഞ്ഞു തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബിക്കോസ് എന്നെ പരിചയമുള്ളവർക്ക് ഞാൻ പല ക്ലാസ്സസിൽ എൻ്റെ ചില എക്സ്പീരിയൻസസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേ പുതിയ ആൾക്കാർക്ക് ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞു തരാം. ഞാൻ ഈ ഒരു പ്രൊഫഷനിൽ ഇപ്പോൾ വന്നിട്ട് 4 വർഷമായി. എനിക്കിപ്പോൾ 26 വയസ്സാണ്. അപ്പോൾ വരാനുണ്ടായ കാരണം ഒരിക്കലും നമ്മൾ പ്രൊഫഷണലി ഈ ഒരു മെഡിറ്റേഷൻ ട്രെയിനർ ആകണം എന്ന് വിചാരിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു കാര്യമല്ല. ഞാൻ ബേസിക്കലി ഒരു അക്കൗണ്ടന്റ് ആയിരുന്നു. പക്ഷേ ലൈഫ് നമ്മളെ ടേൺ ചെയ്ത് വിടുക എന്ന് പറഞ്ഞതുപോലെ അങ്ങനെയാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് എത്തുന്നതും ഇന്നൊരു മെഡിറ്റേഷൻ ട്രെയിനറായിട്ട് സന്തോഷത്തോടു കൂടി വർക്ക് ചെയ്യുന്നതും. അപ്പം അതിൽ എൻ്റെ മോന് അല്ലെങ്കിൽ അവൻ്റെ ഡെലിവറിക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് ഞാൻ ഈ ഒരു പ്രൊഫഷനിലേക്ക് ഷിഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു ബേസിക്കലി ഒരു അക്കൗണ്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല പ്രഷർ ഉണ്ടാകുന്ന ഒരു ജോലിയാണല്ലേ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പം മോൻ്റെ ഡെലിവറിയോട് കൂടി എനിക്ക് ആ ഒരു ജോലിയൊന്നും ചെയ്യാൻ പറ്റാതെ ഞാൻ അങ്ങനെ റിസൈൻ ചെയ്യുകയായിരുന്നു. മെയിനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആ മേഖലകളിലായിരുന്നു. ഡെലിവറി കഴിഞ്ഞതോടെ പലർക്കും ഉണ്ടാകുന്ന ഇപ്പം വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലൂടെ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ആ ഒരു കണ്ടീഷനിൽ നിൽക്കാതെ അത് ലാസ്റ്റ് ചെയ്തു പോയി എന്നുള്ളതാണ്. പോസ്റ്റ് പാർട്ടം സൈക്കോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം ആ ഒരു അവസ്ഥയിലൂടെ നീങ്ങേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ന് ട്രെയിനർ എന്നുള്ളതിനേക്കാൾ ഉപരി ഐ വോണ്ട് ടു സ്പീക്ക് ലൈക്ക് എ മോം എന്നുള്ളതാണ്. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യം, ഒരു അമ്മ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു അച്ഛൻ എന്ന രീതിയിൽ നമുക്ക് മറക്കാനാകാത്ത നമ്മുടെ മക്കളുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രഷ്യസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന ചില മൂമെന്റ്സ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ?
നിങ്ങൾക്ക് അത് റിമെമ്പർ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന 1-2 കാര്യങ്ങൾ ഷെയർ ചെയ്യാവോ? പെട്ടെന്ന് നമ്മുടെ മക്കളെ ആലോചിക്കുന്ന സമയത്ത് ഏറ്റവും പ്രഷ്യസ് ആയിട്ട്, ഇനി എത്രയൊക്കെ ഹാപ്പി മൂമെന്റ്സ് വന്നു കഴിഞ്ഞാൽ അതിന് പകരം വെക്കാനായിട്ട് സാധിക്കില്ല എന്ന് തോന്നുന്ന ചില മൂമെന്റ്സ് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? എന്തൊക്കെയാണ് എന്ന് പറയാവോ? ഞാന് കുറച്ചു കാലം മൈക്രോബയോളജിയിൽ ടീച്ചിങ്ങിലായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് മോന് ഡെലിവറി ആവുമ്പോൾ അത് റിസൈൻ ചെയ്യേണ്ടി വന്നു. അപ്പോ അത് സ്ഥിരം ജോലിയായിരുന്നു. റിസൈൻ ചെയ്തു. പിന്നെ അവന് താഴെ 2 മക്കളും കൂടെ ഉണ്ടായി. അപ്പോ എനിക്ക് പിന്നെ കരിയറിനെ പറ്റി ചിന്തിക്കാനേ പറ്റിയില്ല. അവരെ നോക്കേണ്ട അവസ്ഥ വന്നു. വേറെ ആരും സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നില്ല. അതായത് ഫാമിലിയിലെ 2 മദേഴ്സും വലിയ സുഖമുള്ള ആളുകളല്ല. അപ്പൊ സ്വയം ചെയ്തു. അപ്പം കരിയർ ഒരു ഭാഗത്തിരുന്നു. അങ്ങനെ മക്കളൊക്കെ പഠിച്ചു. അവര് ഒരു 8th 9th ആയപ്പോൾ അവരെന്നോട് ചോദിച്ചു, ഇനി ഉമ്മക്ക് പോയിക്കൂടെ, ഇനി ടീച്ചിങ്ങോ അല്ലെങ്കിൽ ഏത് ഫീൽഡിലാണോ ഇൻട്രസ്റ്റ് അതിലേക്ക് പോയിക്കൂടെ, അതിനുള്ള കാലിബർ ഉമ്മക്ക് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവരാണ് എന്നെ രണ്ടാമതും ടീച്ചിങ്ങിലേക്ക് വരാനും കരിയർ റീസ്റ്റാർട്ട് ചെയ്യാനും പ്രേരിപ്പിച്ചത്. ആ ഒരു മൊമെന്റ് ഞാൻ ഓർത്തു പോവാണ് ഇപ്പോൾ. അവരാണ് എൻ്റെ യഥാർത്ഥ ബലം എന്ന് പറയുന്നത്. അതാണ് അടിപൊളി. അതുപോലെ ഏറ്റവും നമുക്ക് നമ്മുടെ മക്കൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്ന എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, അതൊരു വലിയ ബ്ലെസ്സിങ് അല്ലേ? അപ്പോ അതേപോലെ നമുക്ക് ചെറിയ പ്രായത്തിൽ അവരുടെ മൈൽ സ്റ്റോൺ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? ആ മൈൽ സ്റ്റോൺ എന്ന് പറയുന്ന സമയത്ത് പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ എനിക്ക് ഓർമ്മയുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ മൈൻഡിൽ നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയാൻ, നമ്മൾ അവർക്ക് ഡെലിവറി കഴിഞ്ഞ് ആദ്യമായിട്ട് നമുക്ക് അവരുടെ മുഖം കാണിച്ചു തരും അല്ലെ? അതിപ്പോ സെഷൻ ആണെങ്കിലും സുഖപ്രസവമാണെന്നുണ്ടെങ്കിലും നമുക്ക് അവരെ ആദ്യമായിട്ട് കാണിച്ചു തരുന്ന ഒരു മൂമെന്റ് ഉണ്ടാവും. അതുപോലെ ഇപ്പൊ അച്ഛനാണെന്നുണ്ടെങ്കിൽ അവരെ കയ്യിലേക്ക് മേടിക്കുന്ന ഒരു നിമിഷം, അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ കാണുന്ന ഒരു സമയം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വല്ലാത്തൊരു ഫീലിങ്സ് ആയിരിക്കും അല്ലെ, ഒരു അമ്മയെ എന്നെ സംബന്ധിച്ചിട്ട്. അതുപോലെ അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഇപ്പൊ ഈ പറഞ്ഞ പോലെ മാം പറഞ്ഞതുപോലെ അവരുടെ വളർച്ചയിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു സമയത്ത് അവര് തന്നിരിക്കുന്ന സപ്പോർട്ട്, ആ പറഞ്ഞതുപോലെ കുഞ്ഞിലേക്ക് നമ്മൾ പോയി നോക്കുന്ന സമയത്താണെങ്കിലും അവരുടെ ഓരോ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളും വളരെ ക്യൂരിയോസിറ്റിയോട് കൂടി നോക്കി കണ്ടവരായിരിക്കും നമ്മൾ ഓരോരുത്തരും. എന്നാ ഞാനിപ്പോ പറഞ്ഞു വന്നത്, എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അവനെ ആദ്യം കണ്ട സമയമാണ്. അത് കഴിഞ്ഞ് പിന്നെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ചില വീഡിയോസ് ഏതൊക്കെയോ സമയത്ത് എടുത്തു വെച്ച ചില വീഡിയോസ് കാണുമ്പോൾ വളരെ പുതിയതായിട്ട് തോന്നുന്ന രീതിയിൽ ഞാൻ വീണ്ടും വീണ്ടും ഞാൻ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കാണുമായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് ഈ പറഞ്ഞ അവന്റെ മൈൽ സ്റ്റോൺ ഒന്നും യഥാർത്ഥത്തിൽ ആസ്വദിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അവനോട് ദേഷ്യപ്പെടാതെ അല്ലെങ്കിൽ ആക്രോശിക്കാതെ സംസാരിച്ചിട്ടുണ്ടായിരുന്ന സമയങ്ങൾ വളരെ കുറവായിരുന്നു. ഞങ്ങൾ ആലോചിക്കണം, ഒരു 6 മാസം 8 മാസം അല്ലെങ്കിൽ ഒരു വയസ്സിനുള്ളിലുള്ള സമയത്താണ് ഞാൻ അവനോട് ഇത്രയും ദേഷ്യപ്പെട്ട് സംസാരിച്ചു എന്ന് പറയുന്നത്. ഡിപ്രഷനും ഹൈപ്പർ ടെൻഷൻ ആയിരുന്നു മെയിൻ ആയിട്ടുണ്ടായിരുന്ന എൻ്റെ കഥയിലെ വില്ലൻ എന്ന് പറയുന്നത്. ഹൈപ്പർ ടെൻഷനാണ്. ഹൈ ഡോസിൽ BP-യുടെ ടാബ്ലറ്റ് എടുക്കുന്നുണ്ടായിരുന്നു ആ സമയത്തൊക്കെ തന്നെ. അതുപോലെ മെയിൻ ആയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം സിവിയർ ആയിട്ടുള്ള ഹെഡേക്ക് ആയിരുന്നു. തലവേദന കൊണ്ട് ഒന്ന് പാല് കൊടുക്കാൻ പോലും പറ്റാത്ത അങ്ങനത്തെ ഒരു കണ്ടീഷൻ. അപ്പോ പതുക്കെ പതുക്കെ നമ്മൾ പറയില്ലേ, നമ്മുടെ ലൈഫിലുള്ള എന്തൊക്കെയോ കാര്യങ്ങള് അവൻ എടുത്തോണ്ട് പോയി എന്നുള്ളൊരു തോട്ടിലേക്ക് ഞാനിങ്ങനെ മാറുകയാണ്. കാരണം എൻ്റെ ഹെൽത്ത് ഒക്കെ പോയി, കംപ്ലീറ്റ് ആയിട്ട് ജോലിയൊക്കെ പോയി, എല്ലാം കൊണ്ടും മനസ്സ് ഒട്ടും അങ്ങോട്ട് നമുക്ക് കൺട്രോളിൽ കിട്ടാത്തൊരവസ്ഥ. പതുക്കെ പതുക്കെ ഞാൻ അവനെല്ലാം മനസ്സിലാക്കിയ ഒരു കാര്യം, അവൻ എൻ്റെ അടുത്ത് ഒട്ടും കംഫർട്ടബിൾ അല്ല. ഒന്ന് ആലോചിക്കണം, നമ്മൾ പറയാറുണ്ട് ഒരു കുഞ്ഞ് ഏറ്റവും കൂടുതൽ ഈ ഒരു ലോകത്ത് സേഫ് ആണ് എന്ന് പറയുന്നത് അവന്റെ അമ്മയുടെ കയ്യിലായിരിക്കും അല്ലെ? എന്നാ ഞാൻ മനസ്സിലാക്കുകയാണ്, അവൻ എൻ്റെ കയ്യിൽ ഒട്ടും കംഫർട്ടബിൾ അല്ല. അവൻ എന്തോ പേടിയാണ് അല്ലേ? അപ്പോ ഈ ഒരു അവസ്ഥയില് നമ്മൾ എല്ലാ സമയത്തും അബ്നോർമൽ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. വളരെ നോർമൽ ആയിരിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം കാണുമ്പോൾ നമ്മൾ പറയില്ലേ, ഇറ്റ് ബ്രേക്ക് മൈ ഹാർട്ട് എന്നുള്ളതാണ്. അവന് ഇഷ്ടമാണ്
നമ്മുടെ ആ ഒരു ഡെലിവറി അല്ലെങ്കിൽ നമ്മുടെ പ്രഗ്നൻസി സമയത്തൊക്കെ തന്നെ വളരെ ഇഷ്ടത്തോട് കൂടിയിട്ടാണ് ഞാൻ അവിടെ ടേക്ക് കെയർ ചെയ്തതെങ്കിലും ആഫ്റ്റർ ഡെലിവറി എവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയത് അല്ലെങ്കിൽ എവിടെയാണ് എനിക്ക് നിന്നെ നഷ്ടപ്പെട്ടത് എന്നുള്ളത് അതായിരുന്നു ചോദ്യം. അപ്പൊ പതുക്കെ പതുക്കെ അവന്റെ ബിഹേവിയറിലും നന്നായിട്ട് മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അവൻ ഇങ്ങനെ വളർന്നു വരാൻ ഓരോ മാസം കഴിയുമ്പോഴും അവന് ചേഞ്ചസ് വരുന്നുണ്ട്. ആൻഡ് ദ മെയിൻ തിങ്, അവന്റെ കരച്ചിലിനാണ് പ്രശ്നം. ആ കരച്ചിൽ എനിക്ക് കേൾക്കുമ്പോൾ ഒട്ടും അത് എന്താ പറയാ, നമ്മൾക്ക് അറിയാലോ ഡിപ്രഷനുള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. ആ പറഞ്ഞതുപോലെ അവന്റെ കരച്ചിലിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവൻ നമ്മുടെ നെയ്ബേഴ്സ് പോലും നോട്ട് ചെയ്ത് പറഞ്ഞു കഴിയാണ് എന്തോ ഒരു എന്താ പറയാ കരച്ചിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താതിരിക്കുക, ഭയങ്കരമായിട്ട് അഗ്രസീവ് ആയിട്ടുള്ള കുഞ്ഞു പ്രായത്തിൽ മുതലേ ആ ഒരു അഗ്രസീവ്നെസ് അവൻ കാണിക്കുകയാണ്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് അവന് ഫീവർ വരും. ഫീവർ വന്നു കഴിഞ്ഞാൽ കുട്ടി ആകെ കുഴഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ. അപ്പൊ ഡോക്ടർ പറഞ്ഞു ശ്രദ്ധിക്കണം, അവനെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യണം, ഫിക്സ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്, കാരണം ന്യൂട്രീഷന്റെ ഡെഫിഷ്യൻസി നന്നായിട്ടുണ്ട് എന്നൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും ഉള്ളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പതുക്കെ പതുക്കെ അവന്റെ സ്വഭാവത്തിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ദേഷ്യം, വാശി, ആ ചെറിയ പ്രായത്തിൽ പോലും അവൻ ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് മാറാൻ തുടങ്ങി. അപ്പോ ഞാൻ അവിടെ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ എന്തോ ഒരു മിസ്റ്റേക്ക് എൻ്റെ അടുത്ത് പറ്റിയിട്ടുണ്ട്, സംതിങ്. അതല്ലെങ്കിൽ അവൻ ഒരിക്കലും എന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല അല്ലെ? നിങ്ങളുടെ അഭിപ്രായം എന്താ? എന്തായിരിക്കും കുട്ടിക്ക് എന്നെ അത്ര ഭയം ഉണ്ടാവാൻ കാരണം? എന്തായിരിക്കും ഇത് റിയലൈസ് ചെയ്തു എന്ന് പറഞ്ഞത്? ഭയം എന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ലേ, അവനെ എൻ്റെ അമ്മയാണ് ടേക്ക് കെയർ ചെയ്യുന്നത്, അവിടെ നിന്ന് നമ്മൾ എടുക്കുന്ന സമയത്ത് പോലും, അതൊരു 8 മാസം ആ ഒരു സമയത്താകുമ്പോഴപ്പോലും അവൻ വല്ലാതെ കരയുമായിരുന്നു. സാധാരണ നമ്മളെ അമ്മയുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് ആ കുട്ടി വളരെ കംഫർട്ടബിൾ ആകുക ചെയ്യുക അല്ലേ? അങ്ങനെയല്ലേ? പക്ഷേ നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിക്കുന്നത്. അപ്പൊ അത് കാണുമ്പോൾ എനിക്ക് കൂടുതൽ ദേഷ്യം വരും. എന്തുകൊണ്ടായിരിക്കും കൂടുതൽ ദേഷ്യം വരുന്നത്? എന്റെ മോനല്ലേ എന്റെ അടുത്ത് വരുമ്പോ എന്തിനാ കരയുന്നേ? കരച്ചില് നിർത്തേണ്ടതല്ലേ? ഞാനല്ലേ അമ്മ എന്നുള്ള ചിന്ത. ഞാനല്ലേ അമ്മ എന്നിട്ട് ഏറ്റവും കൂടുതൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ അമ്മേനോടാണ്. കാരണം അമ്മേനോടായിരുന്നു അവന് കൂടുതലായിട്ട് ഇഷ്ടമുണ്ടായിരുന്നത്, കാരണം അവരാണ് ടേക്ക് കെയർ ചെയ്യുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും ഈ ഒരു കാര്യത്തിന് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം എൻ്റെ അടുത്ത് വരുന്നില്ല, ഹസ്ബൻഡിന്റെ അടുത്ത് നിന്നാണെന്നുണ്ടെങ്കിലും അവനെ എടുക്കുന്ന സമയത്ത് അവൻ വല്ലാതെ കരയാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്താണ്? ഇവിടെ കാര്യം കൈവിട്ട് പോയിരിക്കുന്നത് എൻ്റെ അടുത്ത് നിന്നാണല്ലേ? അപ്പോ ആ സമയത്താണ് ഹെൽത്തും കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോണത്. അതായത് ഡിപ്രഷൻ എന്നുള്ള കാര്യത്തിനേക്കാൾ ഉപരി ഹൈപ്പർ ടെൻഷൻ, BP അൺകൺട്രോളബിൾ ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു, കൊളസ്ട്രോൾ ഹൈ ആയി, അതുപോലെ ചെറിയ രീതിയിൽ കൈക്കും കാലിനൊക്കെ നംനെസ് വരാൻ തുടങ്ങി. നമുക്ക് ഈ കോച്ചിപ്പിടുത്തം എന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ നമുക്കൊരു സ്പർശനക്കുറവൊക്കെ വരാൻ തുടങ്ങി. അതുപോലെ കണ്ണിന് നല്ല പ്രശ്നം വരാൻ തുടങ്ങി ഈ BP കൂടിയിട്ട്. അങ്ങനെ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരാൻ തുടങ്ങി. അപ്പോഴാണ് ഡോക്ടറുടെ മെയിൻ ആയിട്ട് പോയി സീരിയസ് ആയിട്ട് നമ്മൾ എല്ലാ ചെക്കപ്പും ചെയ്യുമ്പോഴാണ് ഈ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു സ്ട്രോക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ചെറിയ രീതിയിൽ ഇപ്പൊ കൈക്ക് നംനെസ് ഒക്കെ വന്നതും ഷോൾഡർ പെയിന്, ചെസ്റ്റ് പെയിന്, ഇതൊക്കെ നമ്മുടെ സ്ട്രോക്കിന്റെ ഫസ്റ്റ് സിംറ്റംസ് ആണ് എന്ന് പറഞ്ഞു. ഇനിയും ഇതേ കണ്ടീഷനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഒന്നിക്ക് ആളുടെ കാറ്റ് പോവും, അതല്ലെങ്കിൽ ഒരു സൈഡാവും. ഇതാണ് ഡോക്ടർ ഈ ഒരു ഡയലോഗാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അതേ ഡയലോഗ് യൂസ് ചെയ്തത്. അപ്പോ ഇങ്ങനെ ഒരു കണ്ടീഷനിൽ എത്തിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, ജീവിക്കണം എന്ന് തോന്നുവാന്ന് പറയില്ലേ, എല്ലാം കൈവിട്ട് പോയി കഴിഞ്ഞാലാണ് നമുക്ക് ആ ബോധോദയം ഉണ്ടാവുക എന്ന് പറഞ്ഞതുപോലെ എല്ലാം പോയി എന്ന് തോന്നുന്ന നിമിഷത്തിലാണ് ഞാൻ അവന്റെ മുഖത്തേക്ക് നോക്കുന്നത്. അപ്പോഴാണ് കഴിഞ്ഞ 9 മാസം എത്രമാത്രം അവന്റെ വളർച്ചയിൽ ഞാൻ ക്യൂരിയസ് ആയിരുന്നു എന്നും എത്രമാത്രം അതിനുവേണ്ടി ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്നും റീകോൾ ചെയ്യുന്നത്. പക്ഷെ എന്തു പറ്റി? എല്ലാം ഒരു വിധത്തില് ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു, അത് 3rd ഗ്രേഡ് ആയിരുന്നു. ലിവറും ഇല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞതുപോലെ എല്ലാം ഒരു വഴിക്കായിട്ടുണ്ടായിരുന്നു. വയസ്സ് ആ സമയത്ത് 21 വയസ്സാവുന്നേ ഉള്ളൂ. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക,
ആ ഒരു സമയത്ത് ഇത് എവിടുന്ന് തുടങ്ങും അല്ലേ? അപ്പം സാധാരണ നമ്മൾ എന്താ ചെയ്യുക? ഓരോ ഡോർ ടു ഡോർ നമ്മളിങ്ങനെ സെർച്ച് ചെയ്യാൻ തുടങ്ങും. എവിടെ നിന്നാണ് സൊല്യൂഷൻ കിട്ടുക? ഒന്ന് അവന്റെ ക്യാരക്ടറിൽ നല്ല ഡിഫറൻസ് വന്നു. അവനൊരു 2 വയസ്സൊക്കെ ആയി തുടങ്ങുന്ന സമയത്ത് തന്നെ വളരെ വാശിയും അഗ്രസീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. അപ്പോ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ മെഡിസിൻ കഴിച്ചു നോക്കി, പല രീതിയിലുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു നോക്കി. ആ ഒരു ജേണിയിലാണ് മെഡിറ്റേഷനിലേക്ക് എത്തുന്നതും ആ ജേണി അവിടെ തുടങ്ങുന്നതും. ആൻഡ് ഐ സ്റ്റാർട്ടഡ് ടു സെർച്ചിങ് ആൻസർ ഇൻസൈഡ് എന്നുള്ളത്. അത്രയും സമയം കുറേ സമയം ഞാൻ പുറമേ ഇതൊക്കെ തെരഞ്ഞു നടന്നു, പക്ഷെ കിട്ടിയില്ല. അവസാനം എന്ത് ചെയ്തു? നേരെ ഉള്ളിലേക്ക് നടക്കാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. ആൻഡ് ബാക്ക് ടു അവർ ടോപ്പിക്. ഈ ഒരു കാര്യം ഇവിടെ പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ചാല്, എങ്ങനെയാണ് അവന്റെ ക്യാരക്ടർ അല്ലെ ഒരു കുഞ്ഞിന്റെ ക്യാരക്ടറിൽ അല്ലെങ്കിൽ അവന്റെ ഇന്നസെൻസിൽ എന്റെ ട്രോമാസ് എഫക്റ്റഡ് ആയത് എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞത്. ആൻഡ് നമ്മുടെ ടോപ്പിക് ഫിൽ ആൻഡ് പോ. ഇവിടെ നമ്മൾ ഇന്ന് ആയിരിക്കുന്ന സമയത്ത് നമുക്കറിയാം ഏറ്റവും അധികം പവിത്രമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നവരാണ് ഓരോ പാരൻസും അല്ലെ. ഒരു കുഞ്ഞിനെ വളർത്തുക എന്ന് പറയുമ്പോൾ നമ്മളൊരു കുഞ്ഞു ലോകം ഉണ്ടാക്കുകയാണ്. ആ ലോകത്തില് എന്തൊക്കെ വേണമെന്ന്, എന്തൊക്കെ കാര്യങ്ങൾ ചേർത്ത് വെച്ചിട്ടായിരിക്കണം ആ ലോകം ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടത് എന്ന് വളരെയധികം ശ്രദ്ധയോടെ നോക്കുന്നവരായിരിക്കും നമ്മൾ ഓരോ പാരൻസും. എന്നാ ചില സമയത്ത് നമ്മൾ ആഗ്രഹിക്കാതെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് മുന്നമേ നമ്മുടെ പ്രതികരണങ്ങൾ ശക്തമാകുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചില സന്ദർഭങ്ങളിലെങ്കിലും അറിയാതെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് അമിതമായിട്ട് ശബ്ദമുയർത്തി ദേഷ്യപ്പെട്ട് സംസാരിക്കാറുണ്ടാവും. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണല്ലേ ജെന്റിൽ പാരന്റിങ് എന്ന് പറയുന്നത് അല്ലേ? പക്ഷെ പലപ്പോഴും നമുക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ കുഞ്ഞിനെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യണമെന്ന് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ഏറ്റവും നല്ല പാരന്റ് ആയിട്ട് മാറണം അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ല പാരന്റ് ആണ് എന്ന് പറയുന്നത് കേൾക്കാൻ ഇഷ്ടമുള്ളവർ തന്നെയാണ് നമ്മൾ എല്ലാവരും. പക്ഷെ ചില സമയങ്ങളിൽ നമുക്കതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പോ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പലരും പറയുന്ന ഒരു കാര്യമാണ്, പറയുന്ന സമയത്ത് അങ്ങ് പറഞ്ഞു പോവാണ് മാം, പക്ഷെ ഇച്ചിരി സമയം കഴിഞ്ഞ് ഇരുന്ന് ആലോചിക്കുകയാണ്, അത്ര അങ്ങോട്ട് പറയേണ്ടിയിരുന്നില്ല അല്ലേ, അങ്ങനെ വേണ്ടായിരുന്നു. പിന്നീട് നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ എന്താ പ്രശ്നം? നമ്മുടെ കുട്ടികൾ കുരുത്തക്കേട് കളിച്ചതാണോ, അതോ നമ്മൾ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് അവർ അനുസരിക്കാതിരുന്നതാണോ, അതല്ലെങ്കിൽ നമ്മൾ നല്ലൊരു മാതാപിതാവല്ല എന്നുള്ളത് കൊണ്ടാണോ? എന്താണ് പ്രശ്നം? ഇതിൽ ഏതെങ്കിലും ആണോ പ്രശ്നം? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇതിൽ ഏതെങ്കിലും ആണോ പ്രശ്നം? ആണോ? ഇതിൽ ഏതെങ്കിലും ആണോ പ്രശ്നം? കുട്ടികളുടെ കുസൃതിയാണോ പ്രശ്നം, അതോ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിക്കുന്നില്ല എന്നുള്ളതാണോ പ്രശ്നം, അതല്ലെങ്കിൽ നമ്മളൊരു നല്ല പേരന്റ് അല്ല എന്നുള്ളതാണോ, അതോ വേറെ എന്തെങ്കിലും ഇഷ്യൂസ്? ഓപ്പൺ ആയിട്ട് പറയോ, എന്താണ്? സ്വന്തമായിട്ടൊരു നമ്മുടെ ഒരു കൺട്രോളിലല്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ പോയിട്ട്, ഇപ്പൊ മാഡത്തിന്റെ കാര്യത്തിൽ ഹെൽത്ത് ഫിസിക്കലി ആൻഡ് മെന്റലി വീക്ക് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം മറ്റേ കുട്ടിയുടെ പാരന്റിങ് എന്നുള്ള അത് ശരിയായിട്ട് മാഡത്തിന് ഹാൻഡിൽ ചെയ്യാൻ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടായി. യെസ്, എന്തോ ഒരു ഔട്ടർ റീസൺ ആണല്ലേ, കുഞ്ഞിന്റെ കുസൃതിയല്ല, അതല്ലെങ്കിൽ കൊടുത്ത ഇൻസ്ട്രക്ഷൻസ് പാലിക്കാതിരുന്നിട്ടാണോ എന്ന് ചോദിച്ചാൽ മേ ബി ആ സമയത്ത് പറയുന്ന കാര്യങ്ങൾ കേൾക്കാതിരുന്നത് കൊണ്ടായിരിക്കാം. പക്ഷെ ഒരിക്കലും ഈ കുസൃതിയോ അല്ലെങ്കിൽ നമ്മളൊരു നല്ല പാരന്റ് അല്ലാത്തത് കൊണ്ടോ ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. പകരം നമ്മൾ അറിയാതെ തന്നെ, നമ്മൾ ആഗ്രഹിക്കാതെ തന്നെ കടന്നു വരുന്ന ചില പ്രതികരണങ്ങൾ. അപ്പൊ യഥാർത്ഥത്തിൽ പ്രശ്നക്കാരൻ ആരാണ്? നമ്മൾ അറിയാതെ നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു പാറ്റേൺ അല്ലെ? ആ പാറ്റേൺ നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്നും അതാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ വില്ലൻ എന്നും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു മൂമെന്റ്. ദാറ്റ് ഈസ് ദ പെർഫെക്റ്റ് ടൈം
ഹീലിംഗ് സ്റ്റാർട്ട്സ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ ജേണി. അതിപ്പോൾ പാരന്റിങ്ങിലായിക്കോട്ടെ, ഇപ്പോൾ നമ്മൾ കൗൺസിലിങ്ങിന് വരുമ്പോൾ അല്ലെങ്കിൽ മെഡിറ്റേഷൻ്റെതായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വരുന്ന സമയത്ത് ഓരോ വ്യക്തികൾ അവരുടെ ലൈഫിൽ ഓരോ ഏരിയയിൽ സ്റ്റക്കായിട്ടാണ് പലപ്പോഴും വരിക. ചിലപ്പോൾ ഹെൽത്തിലായിരിക്കും, ചിലപ്പോൾ ഫൈനാൻഷ്യലി ആയിരിക്കാം, അതല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിരിക്കാം, കരിയറിലായിരിക്കാം. പക്ഷേ ഓൾമോസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുന്ന സമയത്ത് ഇതൊക്കെ പോയി നിൽക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു പാറ്റേണിലാണ്. അപ്പോ ഈ വില്ലൻ നമ്മളിലൂടെ നമ്മുടെ ജീവിതം എന്ത് ചെയ്യാണ്, ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞല്ലേ. അപ്പോൾ എപ്പോഴാണ് ഈ വില്ലൻ നമ്മുടെ കൂടെ കൂടിയത്? ചില പാറ്റേൺസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരാള് കരിയറിൽ സ്റ്റെക്കായിട്ട് വരികയാണ്, നോളേജ് വയസ്സ് ഓക്കെ ആണ്, അതുപോലെ തന്നെ ബാക്കി എല്ലാ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ പ്രോബ്ലം ഇതാണ്, തൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ, തനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമേ, പക്ഷേ എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരു ഗ്രൂപ്പിന്റെ മുന്നിൽ തനിക്ക് അങ്ങോട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ആളുടെ പ്രോബ്ലം. അതുകൊണ്ട് തന്നെ ഓപ്പർച്യൂണിറ്റീസ് നിറയെ വരുന്നുണ്ട്, ബട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, സ്റ്റക്കായി പോവുകയാണ്, തുറന്ന് അങ്ങോട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആള് ചിന്തിക്കുകയാണ്, എന്താണ്, ഞാൻ പല മോട്ടിവേഷൻ ക്ലാസ്സസ് കേൾക്കുന്നു, ഞാൻ പല കാര്യങ്ങൾ ചെയ്യുന്നു, ബട്ട് വീണ്ടും ഞാൻ സ്റ്റക്കായിക്കൊണ്ടിരിക്കുക. അതേപോലെ ഒരാൾ റിലേഷൻഷിപ്പിൽ വീണ്ടും വീണ്ടും നമ്മൾ ഈ നമ്മുടെ റിലേഷൻഷിപ്പിൽ റിജക്ഷൻസ് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആള് പറയുന്ന കാര്യം ഇതാണ്, അപ്പം ഞാൻ മാക്സിമം ആയിട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും, എൻ്റെ ടൈം, എൻ്റെ എഫേർട്ട്, എൻ്റെ എനർജി എല്ലാം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ബട്ട് വീണ്ടും വീണ്ടും ഞാൻ റിജക്ഷൻ ആണ് എനിക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എത്രമാത്രം ഞാൻ ആ പേഴ്സണെ ഇഷ്ടപ്പെടുന്നോ അത്രമാത്രം എനിക്ക് റിജക്ഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. എത്രമാത്രം ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടോ അത്രമാത്രം എനിക്ക് പ്രോബ്ലംസ് വന്നുകൊണ്ടിരിക്കുക. ഫൈനാൻഷ്യലി നോക്കുമ്പോൾ ഇതേപോലെ, മാം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, രാത്രിയും പകലും ഞാൻ പണിയെടുക്കുന്നുണ്ട്, ഏൺ ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ ഏൺ ചെയ്യുന്നുണ്ട്, പക്ഷെ പണം കയ്യിൽ നിൽക്കുന്നില്ല, ഫൈനാൻഷ്യലി എനിക്ക് ചേഞ്ചസ് വരുന്നില്ല. അതേപോലെ ഹെൽത്തിൽ വീണ്ടും വീണ്ടും ഒന്ന് കഴിയുമ്പോൾ അടുത്ത ഹെൽത്ത് ഇഷ്യൂ ഇങ്ങനെ മാലപ്പടക്കം പോലെ വരിക എന്ന് പറയുന്നത് പോലെ ഒന്നിന് പിറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് സ്റ്റക്നെസ് അവർ പറയാണ്. ഇതിനൊക്കെ നമ്മൾ പറഞ്ഞു വരുന്ന സമയത്ത് ഒരേ പാറ്റേൺ, ആ പാറ്റേൺ അതാണ് നമ്മുടെ ലൈഫിലുള്ള വില്ലൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ വില്ലൻ എപ്പോഴാണ് നമ്മുടെ കൂടെ കൂടിയിട്ടുള്ളത്? കുറച്ച് പുറകോട്ട് പോയി നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് പറ്റും അല്ലേ? നമ്മൾ വളർന്നു വന്ന സാഹചര്യം, അഭിപ്രായങ്ങൾ തുറന്നു പറയാനും ഇഷ്ടങ്ങളെ മടിയില്ലാതെ ആവശ്യപ്പെടാനും മറ്റുള്ളവരാലും മനസ്സിലാക്കപ്പെടാനും ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കാനൊക്കെ സാധിച്ച ആ ഒരു അവസ്ഥയിലാണോ ഞാൻ വളർന്നു വന്നത്? അതോ അഭിപ്രായങ്ങൾ പറയാൻ പറ്റാതെ ഇഷ്ടങ്ങൾ മൂടി വെക്കേണ്ടി വന്ന്, അഭിപ്രായങ്ങൾ ഒളിച്ചു വെക്കേണ്ടി വന്ന്, മറ്റുള്ളവരാൾ നെഗ്ലക്റ്റ് ചെയ്യപ്പെട്ട് ശാന്തമായ ഒരു അശാന്തമായിട്ടുള്ള ഒരു കണ്ടീഷനിലൂടെ ഒക്കെ ആയിരുന്നു ഞാൻ കടന്നു വന്നിട്ടുണ്ടായിരുന്നത്? എന്തായിരുന്നു അവ? ഒരു പക്ഷേ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ ഓർമ്മയുണ്ടാകണമെന്നില്ല, എന്നാ സ്റ്റിൽ നമ്മുടെ ബോഡി, നെർവസ് സിസ്റ്റം ഇതൊക്കെ ഈ കാര്യങ്ങൾ റിമെമ്പർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും നമ്മുടെ ലൈഫിലേക്ക് പല പല രീതിയിൽ ആ പാറ്റേൺ ഇങ്ങനെ എന്തായിക്കൊണ്ടിരിക്കുകയാണ്, റിപ്പീറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് നമ്മൾ വളർന്നത് വളരെ നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ, ഓഫ് കോഴ്സ് നമ്മൾ അഡൾട്ട് ആയിരിക്കുന്ന സമയത്ത് നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും, ഇനിയെങ്കിലും നമുക്കത് ഏൺ ചെയ്തെടുക്കണം എന്നുള്ളത് അല്ലേ, അല്ലെങ്കിൽ നമുക്ക് കിട്ടണം എന്നുള്ളത്. സോ വി ഹാവ് എ ചേസിങ് മൈൻഡ്. പതുക്കെ പതുക്കെ നമ്മളുടെ ഉള്ളിൽ ആ ഒരു ചേസിങ് മൈൻഡ് ഉണ്ടാകാനായിട്ട് തുടങ്ങും. ഇത് നമുക്ക് കൂടുതൽ നെഗ്ലക്റ്റ് ഉണ്ടാക്കി തരാനായിട്ട് അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യാനായിട്ട് സാധ്യതയാക്കും എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണോ നമ്മൾ ചേസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്കത് ദൂരത്തേക്ക് മാറിപ്പോകും എന്ന് നമ്മൾ മാനിഫെസ്റ്റേഷന്റെ കാര്യങ്ങളിലൊക്കെ പറയാറുണ്ടല്ലേ. അപ്പൊ പറഞ്ഞതുപോലെ നമ്മൾ ആ പാറ്റേൺ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ.
അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് എൻ്റെ ഉള്ളില് ഫിൽ ചെയ്തു വച്ചിരിക്കുന്നത്, നമ്മുടെ പാത്രത്തില് എന്താണ്, അല്ലെ നമ്മളാകുന്ന ആ ഒരു പാത്രത്തില് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിറച്ചു വച്ചിരിക്കുന്നത്, അല്ലെ? നമ്മൾ എന്താണോ നിറച്ചു വെച്ചിരിക്കുന്നത് അതാണ് നമുക്ക് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കുക. അപ്പൊ ത്രൂ അവർ ലൈഫ് വാട്ട് വി ഏൺ, വാട്ട് വി ഫിൽ ഇൻസൈഡ്, അല്ലെ? ഒരു കപ്പ് ഓഫ് കോഫി നമ്മുടെ കയ്യിലുണ്ട് എന്ന് വിചാരിക്കുക. ആ കപ്പിലേക്ക് കോഫി ഇങ്ങനെ ഞാൻ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും അതിനകത്തുനിന്ന് ടീ പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഇല്ല. ബിക്കോസ് ആ കപ്പിനകത്ത് കോഫിയാണ് ഉള്ളത്. ഈ പറഞ്ഞതുപോലെ നമ്മൾ എന്താണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്താണ് ഫില്ലായിരിക്കുന്നത്, അതാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക, ഒഴിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ പകർന്നു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുക, അല്ലെ? അതുപോലെ തന്നെ നമ്മൾ അറിയാതെ ആണെങ്കിലും നമ്മുടെ ഉള്ളില് നിറഞ്ഞിരിക്കുന്ന ഓരോ കണികകളും അതാണ് നമ്മളിൽ നിന്നിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നത്. വെദർ നമ്മളുടെ ഉള്ളിൽ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് കൺഫ്യൂഷൻസ്, ആങ്കർ, ഫിയർ, സ്ട്രെസ് ഇതൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിൽ കൂടിയും ഇത് നമ്മളിൽ നിന്ന് നിറഞ്ഞ് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണോ നമ്മൾ ആ വികാരം നിറച്ചത്, നമ്മുടെ മക്കളിലും നമ്മൾ അത് അറിയാതെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവരത് ആവോളം സ്വീകരിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഫിൽ ആൻഡ് പോർ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. എന്താണോ നമ്മൾ ക്യാരി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്, അതാണ് അവർ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പകരം സമാധാനവും ക്ഷമയും സ്നേഹവും ബഹുമാനവും, എസ്പെഷ്യലി ഇപ്പോഴത്തെ കുട്ടികളെ പറ്റി നമ്മൾ പറയുന്ന സമയത്ത് റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു വാക്കിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അത് 5 വയസ്സുകാരനായ എൻ്റെ മോൻ്റെ കാര്യത്തിലാണെങ്കിലും ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മളിൽ നിറഞ്ഞു നിന്നതെങ്കിൽ, നമ്മൾ നിറച്ചെടുത്തിരുന്നതെങ്കിൽ അത് തന്നെ ആയിരുന്നേനെ നമ്മൾ എന്ത് ചെയ്യുക, പകർന്നു കൊടുത്തത്. അപ്പോ കുട്ടിക്കാലത്ത് നമുക്ക് എന്താണോ മിസ്സായത് അത് നമ്മുടെ മക്കൾക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും നമ്മളല്ലേ? അങ്ങനെയല്ലേ? നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടില്ലേ അതൊക്കെ നമ്മുടെ മക്കൾക്ക് കൊടുക്കണം എന്ന് ആഗ്രഹമില്ലേ? ആഗ്രഹമുണ്ടോ? അങ്ങനെ ചിന്തിക്കാറില്ലേ? യെസ്. ചിന്തിക്കാറുണ്ട്. യെസ്. നമ്മുടെ കുട്ടിക്കാലത്ത് എന്തൊക്കെ നമുക്ക് മിസ്സായിട്ടുണ്ടോ അതൊക്കെ നമ്മളിലൂടെ നമ്മുടെ മക്കൾക്ക് കൊടുക്കണം എന്ന് ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ അതിലൊരു വാക്ക്, നമ്മളിലൂടെ നമ്മുടെ മക്കൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ അവർക്ക് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ ആ പോയിന്റ് ഇതാണ്, നമ്മളിലൂടെ. അതിനർത്ഥം എന്തായിരിക്കും? എന്താണോ നമുക്ക് മിസ്സായത് അതാദ്യം എവിടെ നിറച്ചു കൊടുക്കാൻ പറ്റണം? എവിടെ നിറച്ചു കൊടുക്കാൻ പറ്റണം? നമ്മുടെ ഉള്ളിലല്ലേ? അതെ. നമ്മുടെ ഉള്ളിലുള്ള കുഞ്ഞിന് അത് ആവോളം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. കൺസിഡറേഷൻ ആണോ കിട്ടാതിരുന്നത്? ആവോളം അത് കൊടുക്കാൻ അറിയണം. അപ്രിസിയേഷൻസ് ആണോ, അഭിനന്ദനങ്ങളാണോ കിട്ടാതിരുന്നത്? അതും ആവോളം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അല്ലാത്ത പക്ഷം നമ്മൾ എങ്ങനെയൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പകർന്നു കൊടുക്കാൻ ശ്രമിച്ചാലും നമ്മൾ പറയാറുണ്ട്, ഓട്ടപാത്രത്തിൽ നിന്ന് ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നത് പോലെ എന്ന് പറയും. കാരണം എന്താണ്? അത് നിറയില്ല എന്ന് പറയാറുണ്ട്. ആ പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളില് നിറയ്ക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ആ നിറച്ചിട്ട് അതിൽ നിന്ന് ആവോളം കൊടുക്കുക. അത് കുട്ടികളുടെ കാര്യത്തിലാണ് എന്ന് മാത്രമല്ല, ആരുടെ കാര്യത്തിലാണെങ്കിലും നമ്മൾ പറയാറുണ്ട്, സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവോളം കൊടുക്കാം, അല്ലേ? സമാധാനാണെങ്കിലും സന്തോഷാണെങ്കിലും അറിവാണെങ്കിലും എല്ലാം ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്നാ പറയാ? നമ്മളിൽ ആവോളം നിറയ്ക്കുക, ആവോളം മതിയാവോളം കൊടുക്കുക, അല്ലേ? പക്ഷെ എങ്ങനെ? ഇവിടെ ശരിക്കും നമുക്ക് ഒരു ഡൗട്ട് വരാം. യഥാർത്ഥത്തിൽ അപ്പൊ ആരാ തെറ്റുക? നമ്മുടെ ചൈൽഡ്ഹുഡിൽ നിന്നാണ് നമ്മൾ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വന്നതെങ്കിൽ ആരായിരിക്കും റിയലി തെറ്റുകാരൻ എന്ന് പറയുന്നത്? നമ്മുടെ പാരന്റ്സ് ആയിരിക്കും? നമ്മളെ പാരന്റ്സും നമ്മളെ ചുറ്റുമുള്ള സമൂഹം, എൻവയോൺമെന്റിൽ നമ്മൾ വളർന്നു വന്ന സാഹചര്യം, ഇതെല്ലാം. ഓക്കെ. അപ്പോ
നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ പാരന്റ്സ് നമുക്ക് അല്ലെങ്കിൽ പല ട്രോമാസ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ, പെയിൻ, സ്ട്രഗിൾസ് ഒക്കെ നമ്മുടെ പാരന്റ്സ് നമുക്ക് തന്നു എന്ന് പറയുന്നു. ഇതേ കൺസെപ്റ്റ് അവരുടെ കാര്യത്തിൽ ഒന്ന് എടുത്തു നോക്കി. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ കൺസെപ്റ്റ് അവരുടെ കാര്യത്തിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ നമുക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ദേ ഗിവ് വാട്ട് ദേ ഹാവ്. അല്ലേ? അവരുടെ കയ്യിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത് അതായിരുന്നു നമുക്ക് തന്നത്. കറക്റ്റ് ആണോ? Yes. അല്ലേ? അപ്പൊ അവർക്ക് അത് ആര് കൊടുത്തു? അവരുടെ പാരന്റ്സ്. അവരുടെ പാരന്റ്സിന് അത് ആര് കൊടുത്തു? അല്ലെ? യഥാർത്ഥത്തില് ഇവിടെ തെറ്റുകാരിപ്പോ ആരാണ്? കൺഫ്യൂഷൻ ആയല്ലേ? ഈ ഒരു മൊഡാലിറ്റിക്ക് അല്ലെങ്കിൽ ഈ ഒരു നമ്മള് ലിനിയേജൽ കേഴ്സ് എന്ന് പറയും അതിനെ ഹീൽ ചെയ്യുന്ന ഒരു മൊഡാലിറ്റി ഉണ്ട് മെഡിറ്റേഷനിൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ആൻസെസ്ട്രൽ ഹീലിംഗ് എന്നാണ് പറയുക. അതായത് ആൻസെസ്ട്രൽ ഹീലിംഗ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിനിയേജിലുള്ള ഓരോ ബ്രാഞ്ചും they are eagerly waiting for someone who break this pattern എന്നുള്ളതാണ്. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? എന്താണ്? നമ്മുടെ ലിനിയേജിലുള്ള ഓരോ ബ്രാഞ്ചും they are eagerly waiting for someone who break it. അവർക്ക് സാധിക്കാത്ത ഒരു പാറ്റേൺ അതിങ്ങനെ ലിനിയേജ് ടു ലിനിയേജ് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് നമ്മളിങ്ങനെ ഓരോ ജനറേഷൻ ടു ജനറേഷൻ ഇങ്ങനെ എന്ത് ചെയ്യാണ്? ആ പാറ്റേൺ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ്. And they all are waiting for the one. ഈ പാറ്റേൺസിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടി, the strongest one, the selected, chosen one from the lineage എന്ന് പറയും. അതാണ് ancestral healingൽ മെയിനായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത്. The powerful and the strong one and out of that lineage എന്നുള്ളതാണ്. അപ്പോ യഥാർത്ഥത്തിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം സപ്പോസ് ഞാനാണ് ഇപ്പൊ ആ ഒരു ലീനേജിനെ ബ്രേക്ക് ചെയ്യാൻ പോകുന്ന ആളെങ്കിലും ഞാൻ അതിന് ശ്രമിച്ചാലും എന്റെ ഹസ്ബൻഡ് അതേപോലെയല്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഓട്ടപാത്രമാണെങ്കിൽ അതുകൊണ്ട് കാര്യമുണ്ടോ? അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓവറോൾ നമ്മുടെ ലൈഫ് വരുന്ന സമയത്ത്, കുറച്ച് മുന്നിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ ഒരു സെന്റൻസ് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ? അത് കേട്ടിട്ട് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി ക്ലിയർ ചെയ്യാം. ഓക്കെ? ഓക്കെ. അപ്പോൾ ദേ ആർ വെയിറ്റിംഗ് ഫോർ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടീനെ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ ഏറ്റവും നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യണം. ഇപ്പൊ നമ്മൾ പറയാറുണ്ട് സ്കൂളിൽ വിടുന്ന സമയത്ത് ടീച്ചേഴ്സിന്റെ മെന്റൽ ഹെൽത്തിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത്. അല്ലേ? കാരണം കുട്ടികൾ ടേക്ക് കെയർ ചെയ്യുന്ന അതൊരു കെയർ ഗിവർ ആണെങ്കിൽ പോലും അവരുടെ മെന്റൽ ഹെൽത്തും ഈ പറയുന്ന കുട്ടികളെ ബാധിക്കാറുണ്ട്. പറഞ്ഞതുപോലെ നമ്മളെ മക്കളെ നന്നായിട്ട് ഗ്രോ ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് എസ്പെഷ്യലി പാരൻസ് എന്ന് പറയുമ്പോൾ അവർ ഈഗേളി നമ്മുടെ ഓരോ മൂവ്മെന്റ്സും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഓരോ കാര്യങ്ങളും അവരിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ പറയാറുണ്ട് മക്കൾ നമ്മളെ കണ്ടാ പഠിക്കുന്നത്. അല്ലേ? അപ്പോ ഇഫ് യു റിയലി വോണ്ട് ടു ഗ്രോ യുവർ ചൈൽഡ് ടു ബി എ ബെറ്റർ പേഴ്സൺ, ഹീൽ യുവർ സെൽഫ് എന്നുള്ളതാണ്. ഇതാണ് ആ വാക്ക്, ഹീൽ യുവർ സെൽഫ്. ലവ് യുവർ സെൽഫ് വിത്തൗട്ട് ഈഗോ. റെസ്പെക്ട് യുവർ സെൽഫ്. വാല്യൂ യുവർ ഡിസയർ, ഡ്രീംസ്. ഷോ ദം. ഇതൊക്കെ കാണിച്ചു കൊടുക്കുക. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് റെസ്പെക്ട് കാണിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ ഡ്രീംസിന് വാല്യൂ ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്, ആ കാര്യങ്ങളെ കാണിച്ചു കൊടുക്കുക. ആസ് എ മോഡൽ എന്നുള്ള രീതിയിൽ കാണിച്ചു കൊടുക്കാനാണ് പറയുന്നത്. നോ വേർഡ്സ്. അവിടെ ഒരു വാക്ക് പറയുന്നുണ്ട്, വൺ ആക്ഷൻ ഇസ് ദ ബെസ്റ്റ് ടീച്ചർ ദാൻ 1000 ലെക്ചേഴ്സ് എന്ന് പറയാറുണ്ട്. ഒരു ആക്ഷൻ, പവർഫുൾ ആയിട്ടുള്ള ഒരു ആക്ഷൻ മതി 1000 ഓഫ് ലെക്ചേഴ്സിന് പകരം എന്നുള്ളതാണ്. അപ്പോ ഞാൻ എങ്ങനെ എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തു? ഇപ്പോൾ നമുക്കുള്ള സംശയമാണ്, ഓക്കെ ഫൈൻ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റക്നെസ് ഉണ്ടാകാം. നമ്മൾ ഓരോരുത്തരും കടന്നു വന്ന ലൈഫ്, ഇപ്പം നമ്മുടെ ലിനിയേജൽ കേഴ്സ് ബ്രേക്ക് ചെയ്യാനായിട്ട് ചൂസ് ചെയ്ത ഒരാളാണെങ്കിൽ എക്സ്ട്രീംലി ഹാർഡ് ആയിരിക്കും എന്ന് പറയാറുണ്ട് പലപ്പോഴും അവർ കടന്നു വന്ന വഴികൾ. ഇപ്പം നമ്മളോട് ചോദിച്ചാൽ അറിയാം, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അവരിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാവും നമുക്ക് എത്രമാത്രം കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാനുണ്ട് എന്നും ഞാൻ എങ്ങനെയാണ് ഗോ ത്രൂ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. പക്ഷേ
ഒരു ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, വെൻ യു ഒബ്സർവ് ഇറ്റ്, നിങ്ങളുടെ പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, സൊല്യൂഷൻ ഹാഫ് കിട്ടിയെന്ന് പറയാറുണ്ട്. ഡെഫിനറ്റ് ആയിട്ട് ഇന്നതാണ് എൻ്റെ പ്രോബ്ലം എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, പകുതി പ്രോബ്ലം സോൾവ് ആയി എന്നാണ് പറയാറുള്ളത്. ആ പറഞ്ഞ രീതിയിൽ ഒബ്സർവ്, എന്താണ് ഞാൻ ഗോ ത്രൂ ചെയ്ത് വന്നിരിക്കുന്നത്, വാട്ട് ഈസ് ദ പാറ്റേൺ, ദ റിപ്പീറ്റേറ്റീവ് പാറ്റേൺ എന്ന് പറയും. നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ലൈഫിൽ, നമ്മുടെ റിലേഷൻഷിപ്പിൽ, നമ്മുടെ കിഡ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ, നമ്മുടെ ഹസ്ബൻഡുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ, മണിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ, ഹെൽത്തിൽ ഏത് പാറ്റേൺ ആണ് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ഗോ ത്രൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ആദ്യമായിട്ട് ടേക്ക് കെയർ ചെയ്തത് ലവ് യുവർ സെൽഫ്, ലവ് യുവർ ബോഡി എന്നുള്ളതാണ്. ഏറ്റവും ആദ്യം നമ്മൾ എടുക്കുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ബിക്കോസ് ദ ബോഡി ഈസ് ദ ഓൺലി വൺ പ്ലേസ് യു ക്യാൻ ലിവ് എന്നുള്ളതാണ്. ഇഫ് യു വോണ്ട് ടു ചേഞ്ച് യുവർ എൻറ്റയർ ലൈഫ്, ഫസ്റ്റ് ഓഫ് ഓൾ ടേക്ക് കെയർ യുവർ ബോഡി. വൈ, എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം പറയുന്നതെന്ന് ചോദിച്ചാൽ, മെഡിറ്റേഷന് വരുന്ന സമയത്ത് എല്ലാവരും ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പീസ് ഓഫ് മൈൻഡ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ കാംനെസ്, ഇതിനു വേണ്ടിയിട്ടാണ്. മെഡിറ്റേഷൻ ആണെന്നുണ്ടെങ്കിലും മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുന്നതേ ഈ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. ബട്ട് പ്രോമിസ്, വിത്തൗട്ട് ഹീലിംഗ് യുവർ ബോഡി ഓർ വിത്തൗട്ട് ടേക്ക് കെയറിങ് യുവർ ഫിസിക്കൽ ബോഡി, യു കാൺ അറ്റൈൻ യുവർ മൈൻഡ് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ തൊടാനും ചേഞ്ചസ് വരുത്താനും ആകപ്പാടെ സാധിക്കുന്ന ഒരേ ഒരു കാര്യം നമ്മുടെ ബോഡിയാണ്. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടേക്ക് കെയർ യുവർ ബോഡി എന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മുടെ ബോഡീനെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ 140 കിലോ വെയിറ്റ് ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ ആ വെയിറ്റ് ഇപ്പോൾ ഐഡിയൽ വെയിറ്റ് ആയോ എന്ന് ചോദിച്ചാൽ ഇല്ല. നൗ ഓൾസോ ഞാൻ ആ ജേർണിയിൽ തന്നെയാണ്, പക്ഷെ ഒരു 50 കിലോയോളം ഞാൻ ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബോഡീനെ ടേക്ക് കെയർ ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിൻ്റെ കൂടെ നമുക്ക് മിസ്സായിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ട്. അതിനെ നമ്മൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുന്ന മൊഡാലിറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എനിവൺ ട്രൈ ചെയ്തിട്ടുണ്ടോ? അത് ഇന്നർ ചൈൽഡ് ഹീലിംഗ് ട്രൈ ചെയ്തവരുണ്ടോ? മാം, ഒരു ഗൈഡ് ദ ട്രെയിനേഴ്സ് പ്രോഗ്രാമിൽ അതിന്റെ ഭാഗമായിട്ട് മെഡിറ്റേഷൻ ചെയ്തിരുന്നു, ഇന്നർ ചൈൽഡ് ഹീലിംഗിന്റെ മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്, ത്രൂ ദാറ്റ് എവറി ടൈം, ഓരോ സമയം നിങ്ങൾ അത് ചെയ്യുന്ന സമയത്തും റീപാരന്റിങ് യുവർ സെൽഫ്, നമ്മൾ ആ വേർഷൻ കണ്ടുകൊണ്ട് പാമ്പർ ചെയ്യുക, കംഫർട്ട് ചെയ്യുക, അല്ലേ? അതല്ലേ നമ്മൾ അതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദ മെയിൻ തിങ്, ഫുൾഫിൽ യുവർ ഡ്രീം. അതിൽ 3 ഈ ഒരു പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ, അല്ലെങ്കിൽ നമുക്ക് ഹീലിംഗിന്റെ ഒരു ഇക്വേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. 3 കാര്യങ്ങളാണ് പറയുന്നത്: അവയർനെസ്, ആക്സെപ്റ്റൻസ്, ആക്ഷൻ. എന്തൊക്കെയാണ്? അവയർനെസ്, ആക്സെപ്റ്റൻസ്, ആക്ഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ അവയർനെസ് ആണ്. അതിൽ പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒബ്സർവിങ് ദ റിപ്പീറ്റഡ് പാറ്റേൺ എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന പാറ്റേൺസിനെ ഭയപ്പെടാതെ, ഞാൻ എപ്പോഴും മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, പലപ്പോഴും ആളുകൾ പറയുന്ന ഒരു കാര്യം, എൻ്റെ മനസ്സിൽ 100,000 ചിന്തകൾ വരുന്നു, എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ദ ഓൺലി വൺ തിങ് നമ്മൾ ചെയ്യേണ്ടത്, ഭയപ്പെടാതെ നമ്മുടെ ഉള്ളിൽ വരുന്ന ഓരോ തോട്ട്സിനെയും നമ്മൾ മീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുക. ഒബ്സർവ് ഇറ്റ് പ്രോപ്പർലി. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മോട്ടോ ഉണ്ട്, വി ആർ നോട്ട് ദിസ് ബോഡി, വി ആർ നോട്ട് ദ മൈൻഡ്, വി ആർ നോട്ട് എമോഷൻ. നമ്മളെന്ന് പറയുന്ന ഒരു ഒബ്സർവറാണ്. ആ രീതിയിൽ നമ്മൾ പറയില്ലേ, നമുക്ക് ഔട്ട് ഓഫ്, പുറത്ത് നിന്ന് നമുക്ക് നോക്കാൻ പറ്റണം വാട്ട് ഈസ് ഗോയിങ് ഇൻസൈഡ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഓരോ തോട്ട്സും, നമ്മളുടെ ലൈഫിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന പാറ്റേൺസ്, അതെന്താണെന്ന് എഴുതി വെച്ച് ആ വരികൾക്കിടയിൽ വായിക്കാൻ പറ്റണം. അങ്ങനെ നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ദ സെക്കൻഡ് സ്റ്റെപ്പ്, ആക്സെപ്റ്റിംഗ്. ആക്സെപ്റ്റിംഗ് മീൻസ് എല്ലാ കാര്യങ്ങളും അങ്ങ് എന്താ പറയുക, എല്ലാം എൻ്റെ തെറ്റാണ് എന്ന് പറഞ്ഞ് അങ്ങ് സ്വീകരിക്കുക എന്നുള്ളതല്ല ആക്സെപ്റ്റൻസ്. ഇറ്റ് മീൻസ് ഡോണ്ട് സപ്രസ് ഓർ ഇഗ്നോർ ദ പെയിൻ എന്നുള്ളതാണ്. എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, ഹോണസ്റ്റ് വിത്ത് യുവർ സെൽഫ്, അതിനെ റിലീസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. വാട്ട് എവർ ഹാപ്പൻ ബിഫോർ,
അത് എൻ്റെ ലൈഫിൽ ലെസൺസ് ആയിരുന്നു എന്നുള്ളതിനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആക്ഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇഫ് യു റിയലി അണ്ടർസ്റ്റാൻഡ് ദ പാറ്റേൺ, സൊല്യൂഷനും ആ പാറ്റേണിൽ തന്നെ ഉണ്ടാവും. ദാറ്റ് ഈസ് ആക്ച്വലി വി ആർ മോർ ഫോക്കസ് ഓൺ അവർ ട്രാൻസ്ഫോർമേഷൻ ജേർണി ആൻഡ് ഓൾ. ഓക്കെ, അപ്പോൾ ടുഡേ ഈ ഒരു 3 കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഫസ്റ്റ് വൺ, അവയർനെസ്. ഒബ്സർവ് യുവർ സെൽഫ് ക്ലോസ്ലി. ഓരോ തോട്ട്സിനെയും ബട്ട് ഈസ് ആക്ച്വലി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. സെക്കൻഡ് വൺ, വാട്ട് യു ഫീൽ ഇൻസൈഡ്. നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്നുണ്ടോ? അതും നിങ്ങളുടെ തന്നെ ഒരു ഇമോഷനാണ്. അതൊരു എനിമി ആയിട്ട് കാണരുത്. പകരം എന്ത് ചെയ്യുക, അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. വാട്ട് ആക്ച്വലി ഇറ്റ് ട്രൈങ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അസ്. ഓക്കെ, ആൻഡ് ടുഡേ ഐ വോണ്ട് ടു ഷെയർ യു. നമ്മൾ ഓരോരുത്തരും, ഇപ്പോൾ ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന ഓരോരുത്തരും, വി ഓൾ ആർ ഡയമണ്ട്സ് അല്ലേ? അത്രയും അധികം പ്രഷ്യസ് ആയിട്ടുള്ള ഡയമണ്ട്സ് ആണ്. ഓൺലി സം പോളിഷ് വർക്ക് ഇസ് നീഡഡ്. പലരിലും ചെറിയൊരു പോളിഷ് അത് മാത്രമേ ആവശ്യമുള്ളൂ എന്നുള്ളതാണ്. ദെൻ യു ക്യാൻ ഷൈൻ. നമ്മൾ ആ ഒരു തിളക്കം നമ്മളിലേക്ക് ആർജിച്ചെടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെ തന്നെ പോളിഷ് ചെയ്ത് നമ്മൾ തിളങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ദർ ഈസ് നോ നീഡ് ടു കമ്പൽ ഓർ പോൾ. ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമോ കമ്പൽ ചെയ്യേണ്ട ആവശ്യമോ ഇല്ല. നമ്മൾക്ക് ക്ലോസ്ഡ് ആയിട്ടുള്ള വേൾഡ് എന്താണോ, they will absorb that light automatically. So the only one thing you can do is be the light. No need to transfer anything, only one thing. They attract it naturally, whether it's your kid, your husband, your in-laws. But അതിനനുസരിച്ചിട്ടുള്ള ഒരു ലൈറ്റ് ആയിട്ട് നമ്മൾ മാറണം എന്നുള്ളതാണ്. ഇൻ മൈ ലൈഫ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം അതാണ്. മൈ സൺ ഡിസേർവിങ് എ പീസ്ഫുൾ മദർ. അവൻ ഏറ്റവും നല്ലൊരു ലൈഫ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. നല്ലൊരു സമാധാനത്തോടെയുള്ള ഒരു ശാന്തമായിട്ടുള്ളൊരു അമ്മയെ ഹി ഡിസേർവ് ഇറ്റ്. ദർ ഈസ് നോ നീഡ് ടു പെർഫെക്റ്റ് ടു ബി എ പെർഫെക്റ്റ് വൺ അല്ലേ? സോ ഐ ഡോണ്ട് വോണ്ട് ടു ബി എ പെർഫെക്റ്റ് മദർ. എനിക്ക് എന്തു മതിയായിരുന്നു? ഒരു പെർഫെക്റ്റ് മദർ ആവുക, ഒരു പെർഫെക്റ്റ് വൈഫ് ആവുക, ഒരു പെർഫെക്റ്റ് ഡോട്ടർ ഇൻ ലോ ആവുക എന്നുള്ളതിനേക്കാൾ ഉപരി ഐ ചൂസ് ടു ബി എ പീസ്ഫുൾ വൺ. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, പെർഫെക്റ്റ് ആവാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കത് ദൂരം കൂടുതലായിട്ട് തോന്നിക്കൊണ്ടേയിരിക്കും. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ചൂസ് ദ റൈറ്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇവിടെ നേരത്തെ മാം ചോദിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു. ഐ അഗെയിൻ റിപ്പീറ്റ്, be the light. Polish yourself with artificial ആയിട്ടുള്ള കാര്യങ്ങളെക്കാൾ ഉപരി ഇന്റേണലി ആ ഒരു വെളിച്ചത്തിനെ പുറത്തു കൊണ്ടുവരാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കം നാച്ചുറൽ. ദേ വിൽ അബ്സോർബ് ഇറ്റ് നാച്ചുറലി. ഓക്കെ, ഫൈനലി ഒരു ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് ഒരു കുഞ്ഞു മെഡിറ്റേഷനും കൂടി ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. ഒറ്റ കാര്യം പറയാം, അതായത് ഇപ്പൊ റെസ്പെക്റ്റിന്റെ കാര്യം പറഞ്ഞു. ആസ് എ കിഡ് എനിക്ക് ചില കാര്യങ്ങൾ മിസ്സായിട്ടുണ്ടാവും. ആൻഡ് എൻ്റെ മകൻ അതാണ് എന്നിൽ നിന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ചില കാര്യങ്ങൾ അങ്ങനെയാണ്. എന്താണോ ഇല്ലാത്തത് അതാണ് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ദെൻ ഹൗ ഐ ഗീവ് അല്ലേ? എങ്ങനെ എനിക്കത് pour ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുമെന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിലില്ല. ഇല്ലാത്തത് എങ്ങനെയാ കൊടുക്കാൻ പറ്റുക? സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഫീൽ ഇറ്റ്. ഐ ഹീൽ മൈ സെൽഫ്, ഐ ഹീൽ മൈ ഇന്നർ ചൈൽഡ് എന്നുള്ളതാണ്. ഐ കംഫേർട്ട് ഹെർ അല്ലെ? ആ ഒരു കുഞ്ഞ് സ്റ്റെഫിയെ എന്ത് ചെയ്തു? കംഫേർട്ട് ചെയ്തു. അവൾക്ക് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഫുൾഫിൽ ചെയ്തു. ടേക്ക് 100% റെസ്പോൺസിബിലിറ്റി ടു ടേക്ക് കെയർ ഹെർ. ആളെ കംഫേർട്ട് ചെയ്യാനുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റിയും ആരെടുത്തു? ഞാനെടുത്തു. എൻ്റെ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യുക. ഹസ്ബൻഡിന് അറിയോ വാട്ട് ഐ ആക്ച്വലി മിസ്? നോ. അതേപോലെ എൻ്റെ പാരൻസിനാണെന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ട് അറിയോ എനിക്ക് എന്താ മിസ്സായെന്നുള്ളത്? ദാറ്റ് ഇസ് മൈ ഇന്നർ ഫീലിങ്സ്, റൈറ്റ്? എനിക്കേ അറിയുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളെ കണ്ടുപിടിച്ച് ഹീൽ ചെയ്ത് റീപാരന്റിങ് ചെയ്യുന്ന ആ ഒരു സമയം മുതൽ ഞാൻ എന്താണോ എന്നിൽ മിസ്സായത് അത് നിറക്കാൻ തുടങ്ങി. ദെൻ ഐ ക്യാൻ ഈസിലി ട്രാൻസ്ഫർ ഇറ്റ്, റൈറ്റ്? യെസ്.
അപ്പോൾ be the sun of your own story. Shine every day and everything start nourish through your light. Okay? റെഡി അല്ലേ? സോ നമുക്കൊരു കുഞ്ഞു മെഡിറ്റേഷൻ ചെയ്താലോ? റെഡിയാണോ? നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ചെയ്യാം, അതല്ലെങ്കിൽ യെസ് മാം. ടൈം. ഓക്കെ മാഡം. ഓക്കെ ആണ്. ഓക്കെ. അപ്പൊ ഒന്ന് ജസ്റ്റ് നിങ്ങൾ ഇരുന്നിടത്തുനിന്ന് ഒന്ന് റിലാക്സ് ചെയ്തൊന്ന് എഴുന്നേറ്റ് നിങ്ങളുടെ കൈയും കാലൊക്കെ ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ടൊന്ന് ഇരുന്നേ. ഒന്ന് ബോഡി ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. ക്ലോസ് യുവർ ഐസ്. കണ്ണ് പതുക്കെ അടക്കുക. പതുക്കെ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. വളരെ പതുക്കെ ഓരോ ശ്വാസവും നിങ്ങളുടെ മൂക്കിലൂടെ കയറി തിരികെ ഇറങ്ങി പോകുന്നതായിട്ട് ശ്രദ്ധിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് ഒരു പുഷ്പത്തിൻ്റെ ഇതള് പോലെ അത്രയും മൃദുവായി ആ ശ്വാസത്തിനെ എടുക്കുവാനായിട്ട് ശ്രമിക്കുക. ആ ശ്വാസത്തിൻ്റെ നേർത്ത തണുപ്പ് ഫീൽ ചെയ്തുകൊണ്ട് ഉള്ളിലേക്ക് സ്വീകരിക്കുക. നിശ്വാസവായുവിൻ്റെ ചെറിയ ചൂട് അത് മനസ്സിലാക്കുക. ശരീരത്തെ പതുക്കെ റിലാക്സ് ചെയ്ത് കൊണ്ടുവരിക. നിങ്ങളുടെ തലമുടിയിലൂടെ ആ റിലാക്സേഷൻ പതുക്കെ കടന്നു പോകുന്നതായിട്ട് നിങ്ങളുടെ മുടിയിഴകളെ തഴുകിക്കൊണ്ട് ഇതുവരെ അനുഭവിക്കാത്ത ഒരു റിലാക്സേഷൻ പതുക്കെ കടന്നു പോകുന്നതായിട്ട് സങ്കല്പിക്കുക. നിങ്ങളുടെ കൺപീലികൾ, കവിൾത്തടം, നിങ്ങളുടെ ഷോൾഡേഴ്സ്, നിങ്ങളുടെ ചെസ്റ്റ്, നിങ്ങളുടെ ഉദരം, ഇരുകാലുകൾ, കാൽപാദത്തിൻ്റെ അഗ്രത്തോളവും ആ റിലാക്സേഷൻ പതുക്കെ കടന്നു പോകുന്നതായിട്ടും ശരീരത്തിന് വളരെയധികം ഭാരമില്ലാത്ത അവസ്ഥയിൽ ഏറ്റവും അധികം ശാന്തമായി നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണ്. പതുക്കെ നിങ്ങളുടെ ഇമാജിനേഷനിൽ ഒരു പൂന്തോട്ടമോ അതല്ലെങ്കിൽ ഒരു കടൽ തീരമോ മനസ്സിൽ പതുക്കെ സങ്കല്പിക്കുക. അല്പം അകലെയായിട്ട് ഒരു കുഞ്ഞു കുട്ടിയെ നിങ്ങൾക്ക് കാണാം. അവളെ കാണാൻ അല്ലെങ്കിൽ അവനെ കാണാൻ നിങ്ങളെപ്പോലെ തന്നെയുണ്ട്. പതുക്കെ നിങ്ങളുടെ അടുത്തേക്ക് കുഞ്ഞു പാദങ്ങൾ വെച്ച് നടന്നു വരുന്നതായിട്ട് സങ്കല്പിക്കുക. പതുക്കെ അവള് നടന്ന് നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അവളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് ആ കണ്ണുകളിലേക്ക് പതുക്കെ ഒന്ന് നോക്കുവാനായിട്ട് ശ്രമിക്കുക. അവളുടെ മുഖത്ത് സന്തോഷമാണോ, ഭയമാണോ, ആശങ്കകളാണോ, എന്താണ് കാണുന്നത് എന്ന് ശ്രദ്ധിക്കുക. പതുക്കെ അവളുടെ കുഞ്ഞു കൈകൾ നിങ്ങളുടെ കയ്യിലേക്ക് ചേർത്ത് വയ്ക്കുക. അവളുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിക്കുക. തിരികെ നിങ്ങളോടും സന്തോഷത്തോടെ പുഞ്ചിരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. പതുക്കെ നിങ്ങളുടെ ഹൃദയത്തോട് ആ കുഞ്ഞിനെ ചേർത്ത് പിടിക്കാനായിട്ട് പതുക്കെ ആ കുഞ്ഞിനെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. നീ എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും സുരക്ഷിതയാണ്. നിനക്ക് താങ്ങായിരിക്കേണ്ട സമയങ്ങളിൽ ഒറ്റക്കാക്കിയതിന് ഐ എം റിയലി സോറി. ഇനിയുള്ള സമയങ്ങളിൽ
നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും, നിനക്ക് എന്ത് തന്നെ ആവശ്യമുണ്ടെങ്കിലും എപ്പോഴും നിനക്ക് കൂടെ ഞാൻ ഉണ്ടായിരിക്കും. അവളെ ചേർത്ത് പിടിച്ച് ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ നിന്റെ കൂടെ തന്നെ ചേർന്നുണ്ട് എന്ന് നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ച് പറയും പോലെ ഏറ്റവും അടുത്ത് നിന്നുകൊണ്ട് പറയാനായിട്ട് ശ്രമിക്കാം. നിന്റെ ആഗ്രഹങ്ങൾ, നിന്റെ ആവശ്യങ്ങൾ എല്ലാം ഞാൻ അറിയുന്നു. നിനക്ക് വേണ്ടതെല്ലാം ഇനി ഓരോന്നായി ഞാൻ തന്നുകൊണ്ടേയിരിക്കും. നിനക്ക് വിഷമമുള്ളപ്പോഴും സങ്കടം വരുന്ന സമയത്തെല്ലാം നിന്റെ കൂടെ, നിന്റെ കൈ പിടിച്ച് ഞാൻ ഉണ്ടാകും എന്ന് ഉറപ്പ് കൊടുക്കുക. ഇനി പതുക്കെ അവളെ അവളുടെ കണ്ണുകളിലേക്കൊന്ന് നോക്കുക. അവളുടെ കണ്ണിൽ വന്നിരിക്കുന്ന ഭാവത്തിലെ വ്യത്യാസങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുക. വളരെയധികം പ്രതീക്ഷയോടെ, സന്തോഷത്തോടു കൂടെ അവൾ ആയിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുകയാണ്. തുടർന്ന് പതുക്കെ അവളെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അലിയിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ ഭദ്രമായ, സുരക്ഷിതമായ ഒരിടത്ത് അവൾക്കൊരു സ്ഥാനം കൊടുക്കുക. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അവളെ ലയിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. നൗ ഷി വാസ് വെരി സേഫ് ഇൻസൈഡ് യു. വളരെ സുരക്ഷിതയായി നിങ്ങളുടെ ഉള്ളിലായിരിക്കുന്നു. ടേക്ക് എ ഡീപ് ബ്രെത്ത് ആൻഡ് സ്ലോലി ബ്രീത്ത് ഔട്ട്. ടേക്ക് അനദർ ഡീപ് ബ്രെത്ത്. വളരെ റിലാക്സ് ചെയ്തിട്ട് ബ്രെത്ത് എടുക്കുക. ബ്രീത്ത് ഔട്ട്. തുടർന്ന് നിങ്ങളുടെ കണ്ണുകളിലേക്ക് നിങ്ങളുടെ മക്കളുടെ ഏറ്റവും കുഞ്ഞായിരിക്കുന്ന സമയത്തുള്ള ആ നിഷ്കളങ്കമായ മുഖമൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. ആഗ്രഹത്തോടെ, ആശകളോടെ അവരുടെ മുഖത്തേക്കൊന്ന് നോക്കുക. എത്രമാത്രം നിഷ്കളങ്കമായി നിങ്ങളുടെ മുഖത്തേക്ക് അവർ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. പതുക്കെ ഇപ്പോ നിങ്ങളുടെ മക്കൾ ഏതവസ്ഥയിലായിരിക്കുന്നു അവരുടെ മുഖത്തെ പതുക്കെ നിങ്ങളുടെ മനസ്സിൽ സങ്കല്പിക്കുക. സന്തോഷത്തോടുകൂടി ഏറ്റവും അധികം പ്ലസൻ്റായ അവരുടെ മുഖത്തെ നിങ്ങൾ സങ്കല്പിക്കുക. അവരേറ്റവും സന്തോഷത്തോടു കൂടി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക. പതുക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഒരു വാം ലൈറ്റ്, ഒരു ഗോൾഡൻ ലൈറ്റ് പതുക്കെ പുറപ്പെടുന്നതായിട്ടും അത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഹൃദയത്തിലേക്ക് പതുക്കെ കണക്റ്റ് ആകുന്നതായിട്ടും സങ്കല്പിക്കുക. നിന്നെ കേൾക്കാനും, നിന്നെ മനസ്സിലാക്കാനും, നിന്റെ കൂടെ നിൽക്കാനും ഞാൻ ഇപ്പം മുതൽ ഒരുക്കമാണ്. ഞാൻ നിന്നെ അറിയുന്നു, ഞാൻ തിരിച്ചറിയുന്നു. നീ എൻ്റെ പൂർണ്ണമായ പ്രതിഫലനമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിന്റെ കൂടെ, നിന്നെ കേട്ട് മനസ്സിലാക്കി ഞാൻ കൂടെ ഉണ്ടാകും എന്ന് മനസ്സിൽ പറയാം. നിങ്ങളുടെ വാക്കുകൾ മനസ്സിലാക്കി എന്ന പോലെ നിങ്ങളുടെ മക്കൾ നിങ്ങളെ നോക്കി ഏറ്റവും അധികം സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞ് പുഞ്ചിരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പ്രകാശം നിങ്ങൾ അവരിലും കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഓരോ ദിവസവും നിങ്ങളുടെ മനസ്സിലും, നിങ്ങളുടെ ശരീരത്തിലും, നിങ്ങളുടെ ആത്മാവിലും ആ പ്രകാശത്തെ നിറച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങളിൽ എത്രത്തോളം പ്രകാശം നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അത്രത്തോളം പ്രകാശം അവരിലേക്കും ഒഴുകി എത്തിക്കൊണ്ടേയിരിക്കുമെന്ന് മനസ്സിലാക്കുക. ഓരോ നിമിഷവും നിങ്ങളെ ആ ഒരു പ്രകാശത്താൽ നിറച്ചുകൊണ്ടേയിരിക്കുക. അവരിലേക്ക് അത് ഒഴുകിക്കൊണ്ടേയിരിക്കട്ടെ. പതുക്കെ അവരുടെ മുഖത്തേക്ക് ഒന്നും കൂടി നോക്കുക. റിലാക്സ് ചെയ്യുക. സന്തോഷത്തോടെ നിങ്ങളുടെ മുഖത്തേക്ക് ഒരു ചിരി കൊടുക്കുക. വളരെ റിലാക്സ് ചെയ്ത് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. ആ ശ്വാസത്തെ തിരിച്ചറിയുക. ഓരോ ശ്വാസവും മൂക്കിലൂടെ കയറി ഇറങ്ങുന്നതായിട്ട്
വീണ്ടും ഒന്ന് തിരിച്ചറിയുക. റിലാക്സ്. കൈവിരലുകൾ പതുക്കെ ഒന്ന് അനക്കുവാനായിട്ട് ശ്രമിക്കുക. കാൽപാദങ്ങൾ പതുക്കെ ഒന്ന് ഉയർത്താനായിട്ട് ശ്രമിക്കുക. സാവധാനത്തിലൊരു ശ്വാസം എടുത്ത് പുറത്തോട്ട് വിടുക. സമയം എടുത്തുകൊണ്ട് കണ്ണുകൾ പതുക്കെ തുറക്കുക. 5 4 3 2 and 1. Open your eyes. Rub your both hands and place it on your eyes. Just stretch your body and relax. Okay. Open your eyes with a great, pleasant smile. Anyway, thank you all. Thank you. ഇത്രയും സമയം എൻ്റെ കൂടെ ആയിരുന്നതിന് താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. താങ്ക് യു മാം. താങ്ക് യു മാം. ഇപ്പോ ഈ സെഷൻ കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ എൻ്റെ ലൈറ്റ് എൻ്റെ മക്കൾക്ക് കൊടുത്തിട്ടുണ്ടെന്ന്. ചെറുപ്പത്തില് ഒരു ഡൗട്ട്. അതെ. പറഞ്ഞോളൂ മാഡം. ഈ സ്റ്റെപ്സ് ഇല്ലേ മാഡം, ഇത് നമ്മൾ ഇത് എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യുന്നത്? അതോ മെഡിറ്റേഷന്റെ ഭാഗമായിട്ട് പഠിക്കുന്നതാണോ? അത് ഓരോ സിറ്റുവേഷനിൽ ഓരോ രീതിയിലായിരിക്കത്തില്ലേ? ഏതാണ് 3 സ്റ്റെപ്പാണോ പറഞ്ഞത്? ഏതായിരുന്നു? അതല്ല മാഡം, നമ്മളിപ്പോ ആ കുട്ടിയെ കണ്ടു, അതായത് കടൽ തീരം ചിന്തിക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ കുറെ കാര്യങ്ങള്. അത് നോർമൽ ആയിട്ട് കോമൺ ആയിട്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മൾ 1-to-1 സെഷൻ എടുക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ക്ലയന്റിന്റെ സ്റ്റോറി എന്താണെന്നുള്ളത്. വി നോ വെരി വെൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവര് കടന്നു വന്നിരിക്കുന്നത്, എന്തൊക്കെ രീതിയിലുള്ള ഇവന്റ്സ് അവരുടെ ലൈഫിൽ നടന്നിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാലോ. അപ്പൊ പേഴ്സൺ ടു പേഴ്സൺ അവരുടെ ആ കൊടുക്കുന്ന ഇന്നർ ചൈൽഡിന്റെ സ്ക്രിപ്റ്റ്, അവർക്ക് കൊടുക്കുന്ന അഫർമേഷൻ, ഇതൊക്കെ ഡിഫറെന്റ് ആയിരിക്കും. ഇതിപ്പോ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ നോർമലി ചെയ്യുന്നത്. അവരെ പാമ്പർ ചെയ്യുന്നു കാര്യങ്ങൾ. പക്ഷെ പേഴ്സൺ ടു പേഴ്സൺ വരുന്ന സമയത്ത് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പം എൻ്റെ ചൈൽഡ്ഹുഡിൽ ഞാനിപ്പോൾ നെഗ്ലക്റ്റ് ആണ് അനുഭവിച്ചതെങ്കിൽ മറ്റൊരാളുടെ ചൈൽഡ്ഹുഡിൽ ചിലപ്പോൾ വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിലായിരിക്കും പോയിട്ടുണ്ടാവുക. പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെന്റ് ആയിരിക്കും. പക്ഷേ ഏത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നമുക്ക് അതിനനുസരിച്ച് അതിനെ മോൾഡ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ. അഫർമേഷൻസ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണോ അതോ അവരെ കൊണ്ട് ചിന്തിപ്പിച്ച് പറയിപ്പിക്കുകയാണോ? അഫർമേഷൻ കുട്ടികളുടെ കാര്യമാണോ ചോദിച്ചത്? അതോ ഞാൻ പറഞ്ഞത് നമ്മൾ ഈ പറയുന്ന വലിയവരാണെങ്കിൽ, അതായത് മെഡിറ്റേഷൻ ചെയ്യുന്നതിനുള്ളിലാണോ പറയുന്നത്? അതെ. ഇന്നർ ചൈൽഡ് ഹീലിംഗില് നമുക്കിപ്പോ എനിക്കെന്ന് പറഞ്ഞാൽ നെഗ്ലക്റ്റ് ആയിരുന്നു. കാരണം വീട്ടില് അമ്മ ജോലിക്ക് പോവും, നോക്കാൻ വേറെ ആരുമില്ല, വീട്ടില് ലോക്ക് ചെയ്തിട്ടാ പോവാ. അങ്ങനെയുള്ള ചൈൽഡ്ഹുഡ് ആയിരുന്നു. അപ്പോ അങ്ങനെ വരാതിരിക്കാൻ എൻ്റെ മക്കളെ ഞാൻ ജോലി ഒഴിവാക്കി നോക്കി എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് ഇന്നർ ചൈൽഡ് ഹീലിംഗിന് അതിനെ ബേസ് ചെയ്തിട്ടുള്ള അഫർമേഷൻസ് നമ്മൾ ചെന്നിട്ടുള്ള ഹീലർ ആണോ തരുന്നത് അതോ നമ്മളെ കൊണ്ട് ചിന്തിപ്പിച്ച് നമ്മളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണോ? അതാണ് ഞാൻ ചോദിച്ചത്. ഇനീഷ്യലി നമുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഹീലർ ഹെൽപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ വി ക്യാൻ കണക്ട് ഇറ്റ് ഈസിലി. പിന്നീട് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ ആ കാര്യങ്ങൾ സ്റ്റേറ്റ്മെന്റുകൾ ഏകദേശം മനസ്സിലായ വിത്തൗട്ട് നമുക്ക് ഒരു ബാക്ക് മ്യൂസിക്കോ അല്ലെങ്കിൽ ഒരു ഗൈഡൻസോ ഒന്നും ഇല്ലാതെ തന്നെ വി ക്യാൻ കണക്ട് ഇറ്റ്. പക്ഷെ ഇനീഷ്യലി നമുക്ക് കുറച്ചും കൂടി നല്ലത് ആ ഗൈഡൻസോട് കൂടി അഫർമേഷൻസ് ആ ഗൈഡൻസിൽ അവരിങ്ങനെ പറയുമല്ലോ. അപ്പൊ അത് 1-2 തവണ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ അഫർമേഷൻസിനൊത്ത് തന്നെ നമുക്ക് നമ്മുടെ മനസ്സ് കൊണ്ടുപോകാനും
ഈസിലി നമുക്ക് അതിനോട് കണക്റ്റഡ് ആകാനും പറ്റും. പിന്നെ ഇപ്പൊ നേരത്തെ മാം ചോദിച്ചതുപോലെ അഫർമേഷൻസിൽ ഡിഫറൻസ് ഉണ്ടാവും. ഓരോ ഇപ്പം മാമിന്റെ കേസ് പറയുകയാണെങ്കിൽ അതിന് പാമ്പർ ചെയ്യേണ്ട രീതി ഉണ്ടാവും. ആ പാമ്പറിങ് നമ്മളിപ്പോ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്, അതേപോലെയുള്ള പാമ്പറിങ് തന്നെ നമ്മുടെ ആ ഒരു കിഡിന് കൊടുക്കുക, ആ ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളെ മനസ്സിന് പറയാറുണ്ട്, മെയിൻലി നമുക്ക് ഈ റിയാലിറ്റിയും അല്ലെങ്കിൽ ഇമാജിനേഷനും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാറുണ്ട്. ആ പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിലുള്ള പാറ്റേണിനെ നമുക്ക് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ തന്നെ റിപ്പീറ്റേഷൻ ആണ്. എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ആ റിപ്പീറ്റേഷൻ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അവിടെ ആ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യാന്നുള്ളതാണ്. മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അതുപോലെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നത്, ഇപ്പൊ നമ്മളൊരു പുതിയ കാര്യം ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് പലപ്പോഴും പല ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ്, മാം എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പല കാര്യങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം, ഹീലിംഗ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു 5 ദിവസത്തെ കൂടുതൽ എനിക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പലപ്പോഴും പലരും വിഷമത്തോടെ പറയുന്ന ഒരു കാര്യമാണ്, അവർക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടോ മാറാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടോ ചേഞ്ചസ് വരുത്താൻ ഇഷ്ടമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള പാറ്റേൺ എന്താണോ അതാണ് നമ്മുടെ നെർവസ് സിസ്റ്റം എപ്പോഴും ചൂസ് ചെയ്യുക. നമുക്ക് ആ ഒരു പാറ്റേൺ ഓക്കെ എങ്കിൽ നമ്മൾ എപ്പോഴും കംഫർട്ട് സോണിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു പാറ്റേണിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ടാണ് നമ്മുടെ നെർവസ് സിസ്റ്റം എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഫ്രീസ് ചെയ്യും. അതൊരു പാറ്റേൺ ആണ്. അപ്പൊ അത് മനസ്സിലാക്കി നമ്മൾ ഈ റിപ്പീറ്റേഷൻ ചെയ്യുന്ന സമയത്താണ് ആ പാറ്റേൺ ബ്രേക്ക് ആവുന്നത്. ഓക്കെ, വേറെ എന്തെങ്കിലും അതേപോലെ എനിക്കൊരു ഡൗട്ടും കൂടെ ചോദിക്കാനുണ്ട്. ഇപ്പം ആദ്യം മുതലേ പ്രേ ചെയ്യുന്ന സമയത്തും അതേപോലെ ഞാൻ ഒറ്റപ്പെട്ട് ഞാൻ എന്നെ പറ്റി വെറുതെ ഇങ്ങനെ നമ്മളിലേക്ക് ഒതുങ്ങിയിരിക്കുന്ന ഒരു സമയം ഉണ്ടാവല്ലോ, ആ സമയത്തും വെറുതെ കണ്ണീര് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ഇമോഷൻസ് ഒന്നും ഇല്ലെങ്കിലും കണ്ണിലൂടെ വെള്ളം ഒഴുകി വരുന്നുണ്ടാവും. പ്രാർത്ഥിക്കുമ്പോഴും അങ്ങനെ തന്നെ. ഇപ്പൊ ഞാൻ മുസ്ലിംസ് ആണ്, അപ്പോ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇരുന്നിട്ട് വേറെ നമ്മള് ദൈവമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണല്ലോ. അപ്പൊ ആ സമയത്ത് അറിയാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. എന്തിനാന്നുള്ളത് എനിക്കറിയില്ല. അത് എന്റെ ഇന്നർ ചൈൽഡിന്റെ പ്രശ്നമാണോ ഹീൽ ചെയ്യാത്ത പ്രശ്നമാണോ എന്താന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒന്ന് ഇന്നർ ചൈൽഡ് ഹീലിംഗിൻ്റെതായിട്ടുള്ള, കാരണം നമ്മളത് നമ്മുടെ മക്കൾക്ക് എന്താ പറയുക വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അത് ഒരു എന്താ പറയുക ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു അവയർനെസ് തന്നെയാണ്. പലർക്കും മിസ്സായി പോകുന്ന കാര്യവും അതാണ്. പക്ഷെ അത് നിങ്ങൾ വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ആസ് എ മദർ അതൊരു വലിയ കാര്യം തന്നെയാണ്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഉള്ളിൽ അത് എവിടെയൊക്കെയോ ഹീൽ ആവാതെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിനെ ഹീൽ ചെയ്യുക എന്നുള്ളത് നമ്മളോടുള്ള റെസ്പോൺസിബിലിറ്റി ആണ്. ആസ് എ മദർ നമ്മളത് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് നമ്മളോടുള്ള ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ഇനിയും ചെയ്യുമ്പോൾ നമ്മളെ മക്കൾക്ക് നമ്മളോടൊരു എന്താ പറയാ ഇപ്പൊ റെസ്പെക്ട് ഇല്ല എന്നല്ല, അതിനേക്കാൾ ഉപരി ദേ ടേക്ക് ആസ് എ മോഡൽ എന്നുള്ളതാണ്. എന്ത് കാര്യം ചെയ്യുമ്പോഴും ദേ ഫീൽ സംതിങ്, ആ ഒരു മോഡൽ ആയിട്ട് കീപ്പ് ചെയ്യണത്. പല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും അതങ്ങനെ തോന്നും. ഇപ്പം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഞാനിങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എൻ്റെ മോൻ ഇങ്ങനെ വന്ന് നോക്കും, ചില സമയത്ത് എൻ്റെ അടുത്ത് അവിടെ ഇങ്ങനെ ഇരിക്കും. അപ്പം പല കാര്യങ്ങളും നമ്മള് അങ്ങനെയാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവര് പറയാറുണ്ട്. അവര് ആരെ പോലെ അപ്പൊ പറയും ഉമ്മനെ പോലെ ആയാ മതി, ഒന്നും ഓവർ ആവാതെ ബാലൻസ്ഡ് ആയിട്ട് നിന്നാ മതി എന്നൊക്കെയാണ് അവര് പറയാറ്. അപ്പൊ നമ്മളോട് ചോദിക്കേണ്ട ഒരു കാര്യം, ഞാൻ എന്തൊക്കെ കൺട്രോൾ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് ഇമോഷൻസ് ആയിക്കോട്ടെ. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ കണ്ണിൽ നിന്ന് വെള്ളം വരിക എന്ന് പറയുന്നത് അതൊരു മോശമായിട്ടുള്ള കാര്യമല്ല. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതിനെ ഹോണർ ചെയ്യും. വാട്ടെവർ. ഇപ്പം ദേഷ്യം, എനിക്കിപ്പോ എൻ്റെ അടുത്ത് പല ആൾക്കാർ പറയുന്നു, മാം എനിക്ക് ഭയങ്കര ദേഷ്യമാണ്, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ എനിക്ക് ദേഷ്യമാണ്. ദേഷ്യം എന്ന് പറയുന്ന ഒരു വികാരം ഈ പറയുന്നത് പോലെ നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ചില ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനൊക്കെ തന്നെ നല്ല രീതിയിൽ ഹെൽത്തി ആങ്കർ എന്നൊക്കെ നമുക്ക് പറയാം.
പക്ഷെ ഈ ഓരോ ഇമോഷൻസും നമ്മുടെ ഇവല്യൂഷൻ അല്ലെങ്കിൽ ആസ് എ ഹ്യൂമൻ ബീയിങ് നമുക്ക് ഈ ഇമോഷൻസ് ഒക്കെ തന്നിരിക്കുന്നതിന് ചില ഉദ്ദേശങ്ങളുണ്ട്. അപ്പോൾ ഓരോ ഇമോഷനെയും നമ്മൾ ഹോണർ ചെയ്യുക എന്നുള്ളതാണ്, ഒന്നും സപ്രസ് ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, ചക്ര ബേസ്ഡ് മെഡിറ്റേഷൻ ആണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. ഞാൻ അവർക്ക് ഹീലിംഗ് കൊടുക്കുന്നതും അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാംസിലും മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ചക്ര ബേസ്ഡിലാണ്. ചക്ര എന്ന് പറയുമ്പോൾ നോട്ട് ഓൺലി ഇൻ സ്പിരിച്വൽ വേ, സയൻസും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു ചക്ര ഹീലിംഗ് ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞതുപോലെ സപ്രഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ബോഡിക്ക് ഏറ്റവും വലിയൊരു ബേർഡൻ ആയിട്ട് മാറുന്നത്. വാട്ട് എവർ യു ഫീൽ കൺട്രോൾ ചെയ്യുക എന്നുള്ളതിന് വേണ്ട, കൺട്രോളിങ് എന്നുള്ള വാക്കേ നമ്മുടെ ലൈഫിൽ വേണ്ട. ബാലൻസ് ആണ്, ഹാർമണി. അല്ലെങ്കിൽ യോഗ തെറാപ്പി കൂടി അപ്ലൈ ചെയ്യുന്നുണ്ടോ? യോഗയും കൂടി ചെയ്യുന്നുണ്ട്. കൺട്രോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ പലപ്പോഴും ഓൺലൈൻ ആയിട്ടല്ലേ മാം? ഓൺലൈൻ ആയിട്ടാണോ പ്രൊവൈഡ് ചെയ്യുന്നത്? യോഗ ഇപ്പം മെയിൻ ആയിട്ട് ഞാൻ മെഡിറ്റേഷനിലാണ് കൊടുക്കുന്നത്. പിന്നെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലെ ആസനാസും ചലനക്രിയയും കമ്പൈൻ ചെയ്ത് കൊടുക്കുന്നു എന്ന് മാത്രം. മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് മെഡിറ്റേഷൻ ആണ്. അപ്പൊ അതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട് ഈ ചലനക്രിയ, അങ്ങനത്തെ കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അങ്ങനെയുള്ള മൂവ്മെന്റ്സ് നമുക്കിപ്പോ എന്തെങ്കിലും ഫിസിക്കലി ഇപ്പൊ എന്താ പറയാ ഡിസ്കിനൊക്കെ പ്രൊലാപ്സ് ഉള്ള ആളുകൾക്കൊക്കെ ചെയ്യാൻ പറ്റാവുന്ന ആസനാസ് ആണോ അതൊക്കെ? എല്ലാം എല്ലാവർക്കും സ്യൂട്ടബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, അതില് റെസ്ട്രിക്ഷൻ ഉണ്ട്. പിന്നെ എൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ക്ലാസ്സിന് ഇപ്പോൾ മെഡിറ്റേഷൻ ചക്രാസ് പഠിക്കുന്നവരിൽ 3-4 പേര് യോഗ ട്രെയിനേഴ്സ് ആണ്. അവര് ഇൻസ്ട്രക്ടേഴ്സ് ആണ്, എക്സ്പീരിയൻസ് ഉള്ള ഇൻസ്ട്രക്ടർ ആണ്. അപ്പൊ എങ്ങനെയുള്ള കേസസ് വരുന്ന സമയത്ത് ഞാൻ റെഫർ ചെയ്യാറാണ് പതിവ്. പിന്നെ അത്യാവശ്യം വേണ്ട ആസനാസ് ഒക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ കേസസ് വരുന്ന സമയത്ത് കുറച്ചും കൂടി കെയർഫുൾ ആയിട്ട് അവർക്ക് ടേക്ക് കെയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, നമ്മുടെ ലൂമ വെൽനസ് ഹബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൽ ഈ പറയുന്നത് പോലെ മെഡിറ്റേഷൻ ട്രെയിനേഴ്സ് ഉണ്ട്, യോഗ ട്രെയിനേഴ്സ് ഉണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ കേസസ് വരുന്ന സമയത്ത് എല്ലാ ഭാഗത്തുനിന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ നമുക്ക് അതില് ഫ്രീ ആയിട്ട് മെമ്പർഷിപ്പ് കിട്ടുമോ? യോഗയുടെ ഇപ്പൊ ഇതുവരെ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടില്ല, നോക്കാം നമുക്ക്. ഇപ്പൊ മെഡിറ്റേഷൻ ഞാൻ നെക്സ്റ്റ് 21st മുതൽ ഒരു മോർണിംഗ് മെഡിറ്റേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. 21st മുതലാണ്. അപ്പോൾ എനിക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. ഇതിൽ എത്ര പേര് അതിൽ ഉണ്ട് എന്നറിയില്ല. വിംബിളിന്റെ അണ്ടറിൽ തന്നെയാണ്, വിംബിൾ ആൽക്കമിസ്റ്റ് എന്നാണ് ഗ്രൂപ്പിന്റെ പേര്. ഞാനിതില് പുതിയതായി ജോയിൻ ചെയ്തിട്ടുള്ളൂ മാം. അതില് CBT ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, CBT വർക്ക്ഷോപ്പ്. ഞാൻ എൻ്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ പേഴ്സണലി ഒന്ന് കണക്ട് ചെയ്താൽ മതി. ഓക്കെ മാം. ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഒന്നുമില്ല? എന്താ മാം? ഡൗട്ട് ഉണ്ടോ? ഒരു ചെറിയൊരു ഡൗട്ട്. അതായത് ഈ നമ്മുടെ സ്വന്തം കുട്ടികളുടെ കാര്യത്തില് നമുക്ക് അവരൊരുവിധം അഡോൾസെന്റോ അല്ലെങ്കിൽ ഇത്തിരി കൂടി ഗ്രോണപ്പ് ആയിട്ടുള്ള അവരുടെ ഓരോ സ്പെഷ്യാലിറ്റി നമുക്ക് തിരിച്ചറിയാം. ആങ്കർ ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിപ്രഷൻ ആണോ, അങ്ങനെയൊക്കെ തിരിച്ചറിയാൻ പറ്റണത്. അപ്പോഴത്തേക്കും അവരുടെ ക്യാരക്ടറും അതിനെ ബേസ് ചെയ്ത് ഡെവലപ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഈ രണ്ടുപേർക്കും അതിന്റെ ആവശ്യം വരും. പേരന്റിനും ചൈൽഡ് എന്ന് ഉദ്ദേശിച്ച സൺ അല്ലെങ്കിൽ ഡോട്ടർ, അവർ രണ്ടുപേർക്കും ഈ ഇന്നർ ഹീലിങ്ങിനുള്ള ഇത് എടുക്കേണ്ടതായിട്ട് വരുമോ? ഇന്നർ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇതിനിടയ്ക്ക് ഒരു കേസ് പറഞ്ഞത്, ഇതിനിടയ്ക്ക് എനിക്കൊരു ആ കുട്ടി ഇപ്പോ ഒരു ആണ്.
ഓക്കെ. കുട്ടി ഇപ്പോ വോയിസ് ഡിഗ്രി ക്ലിയർ അല്ല. തേർഡ് ഇയർ. ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ഓക്കെയാണ്. അപ്പോൾ ഡിഗ്രി തേർഡ് ഇയർ ആണ് ആൾക്ക് ഇപ്പൊ പ്രായം വരുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആളുടെ ചൈൽഡ്ഹുഡിൽ നടന്നിട്ടുണ്ടായിരുന്ന ചില ഇഷ്യൂസ് ആണ്. അവരുടെ പാരന്റിങ്ങിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങളാണ്. ആള് മാക്സിമം അഡ്ജസ്റ്റബിൾ ആയിട്ട് ലൈഫ് റൺ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആള് പിന്നീട് ഒരു റിലേഷൻഷിപ്പിൽ വന്ന സമയത്ത് സെയിം പാറ്റേൺ അവരുടെ പാരൻസിന് ഉണ്ടായിരുന്ന ആ പാറ്റേൺ ഇവിടെ ഈ കുട്ടിയുടെ റിലേഷൻഷിപ്പിൽ റിപ്പീറ്റഡ് ആവുകയാണ്. ഓക്കെ. അപ്പൊ ആ സമയത്ത് എന്താ പറയുക, ഒന്ന് അവർക്ക് കിട്ടാത്ത കാര്യങ്ങളാണ് ഈ മറ്റ് റിലേഷൻഷിപ്പിൽ അവർ തേടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നും സെയിം എക്സ്പീരിയൻസ് വരുന്ന സമയത്ത് അവർക്കത് താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് കുട്ടി എൻ്റെ അടുത്ത് വരുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു കേസിൽ ഓഫ് കോഴ്സ് നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? ഈ പറയുന്ന രീതിയിൽ ഇന്നർ ഹീലിംഗ് കൊടുക്കേണ്ടി വരും. പിന്നെ അത് മനസ്സിലാക്കാനുള്ള പ്രായമാണ്. ഇപ്പൊ എൻ്റെ മോൻ്റെ കാര്യത്തിൽ എനിക്ക് അവനൊന്നും ചെയ്ത് ഡയറക്റ്റ്ലി പറഞ്ഞു കൊടുക്കാനൊന്നും പറ്റില്ല, അവനോട് ബിഹേവ് ചെയ്യാനേ പറ്റുള്ളൂ. അതുപോലെ നമുക്ക് മറ്റൊരു മൊഡാലിറ്റി വരുന്നുണ്ട്. അത് ഈ എനർജി ഹീലിങ്ങിലൊക്കെ വിശ്വാസം ഉള്ളവർക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. കോഡ് കണക്ഷൻ എന്ന് പറയും. അതായത് നമ്മുടെ ഈ ചില കേസസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ ഗർഭസ്ഥ ശിശുക്കളിൽ നമ്മൾ പറയാറുണ്ട് നമ്മുടെ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഉണ്ടാകുന്ന എല്ലാ മാനസികാവസ്ഥയും ആ കുഞ്ഞിനെ ബാധിക്കാറുണ്ട് എന്നുള്ളത്. ആ രീതിയിൽ ചില കേസസ് വരാറുണ്ട്. പ്രഗ്നൻസി സമയത്ത് ഉള്ള ചില ട്രോമാസും കാര്യങ്ങളൊക്കെ കൊണ്ട് കുട്ടികൾ വളരുന്ന സമയത്ത് ആ ട്രോമാസിനടക്കം അവർ വളരുന്നതായിട്ടും വളരെ ആൻസൈറ്റി, അതുപോലെ OCD, ഇങ്ങനെ ADHD, ഇങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് അവർ പോകുന്നതായിട്ട് കാണാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ഗർഭസംസ്കാർ ക്രിയ എന്ന് പറയും അതിന്, അത് ചെയ്തു കൊടുക്കാറുണ്ട്. ആ സമയത്ത് ഈ പറയുന്നത് പോലെ അത് പറഞ്ഞു ഞാൻ, എനർജി ഹീലിങ്ങിലൊക്കെ കുറച്ചും കൂടി നമ്മൾ ആ കാര്യം വിശ്വസിച്ച് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നവർക്ക് അത് വളരെ ബെനിഫിറ്റ് ആയിരിക്കും. പിന്നെ എല്ലാ കാര്യത്തിനും നമ്മുടെ മനസ്സിലുള്ള വിശ്വാസമാണ് മെയിൻ ആയിട്ട്. ഓക്കെ. അപ്പൊ ഇങ്ങനത്തെ കേസസിൽ നമ്മൾ ചെയ്യേണ്ടി വരും. പിന്നെ നല്ല ചെറിയ കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവിടെ ഡയറക്ട്ലി ഇന്നർ ചൈൽഡ് ഹീലിംഗ് കൊടുക്കാൻ നമുക്ക് പറ്റില്ല. നല്ല ചെറിയ കുട്ടിയാണെങ്കിൽ പാരന്റ്സിനെ നമുക്കൊന്ന് എന്താ പറയാ, കൗൺസിലിംഗ് അല്ലെ, അങ്ങനെ ചെയ്തിട്ട് അതെ അതെ അവർക്ക് കൊടുക്കുക. അതുപോലെ ഹീലിംഗ് കിട്ടുന്ന സമയത്ത് ആ പാരന്റ്സിന്റെ അപ്രോച്ചിൽ നല്ല മാറ്റം വരും. ഇപ്പൊ എന്താണോ എനിക്ക് മാറ്റം, അതേപോലെ അവരിലും ചേഞ്ചസ് വരും. അതെ, കാരണം ദേഷ്യം, അവരാണല്ലോ ആ കുട്ടീനെ നോക്കണ്ടേ. അതെ, ദേഷ്യം വരില്ല, ഒരിക്കലും ദേഷ്യപ്പെടില്ല എന്നല്ല, നമ്മൾ അവയർനെസ്സോട് കൂടിയായിരിക്കും അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇനി വഴക്ക് പറഞ്ഞാൽ പോലും നമ്മൾ തിരിച്ച് പിടിച്ചിരുത്തി സംസാരിച്ചു കഴിഞ്ഞാൽ, ചില ദിവസം ഇങ്ങനെ ചില വഴക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവനോട് ചോദിക്കാറുണ്ട്, എന്തിനാ അമ്മ വഴക്ക് പറഞ്ഞേ? അത് കുരുത്തക്കേട് കളിച്ചിട്ടല്ലേ, അത് അൻവി കുരുത്തക്കേട് കളിച്ചിട്ടല്ലേ എന്ന് ഇങ്ങോട്ട് തിരിച്ചു പറയും. അപ്പൊ ആ രീതിയിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ആ സമയമെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഇതൊന്നും ടൈം ഇല്ലാതെ നമ്മളിങ്ങനെ വല്ലാതെ നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കേസസ് ഇപ്പൊ നമ്മൾ കാണുന്നില്ലേ. അപ്പം പിന്നെന്ന് വെച്ചാൽ പാരന്റ്സിന് ഇപ്പം കുറ്റം പറയാൻ പറ്റുമോന്ന് വെച്ചാൽ ഇല്ല. ബിസി ഷെഡ്യൂളാണ്, ബിസി ലൈഫാണ്, അതുകൊണ്ട് എനിവേ ആ കാര്യങ്ങൾ കുറച്ചും കൂടി ടേക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി കുട്ടികളെ എന്ത് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ചെറിയ കുട്ടികൾക്കാണ് ഡിപ്രഷനോ, നമ്മളടുത്ത് വരുന്ന ചില കേസസ് ഒക്കെ വളരെ ചെറിയ കുട്ടികളാണ്. ഈ +1 +2 എത്തുമ്പോഴാണ് ഡിപ്രഷൻ, എന്താ പറയാ, സൂയിസൈഡൽ ടെൻഡൻസി എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും ചെറിയ മക്കളാണ് വരുന്നത്. അത് എല്ലാം പാരന്റ്സ് അല്ല മാം, ഇവർക്ക് ടീച്ചേഴ്സിൽ നിന്നുള്ള അതേപോലെ ഫ്രണ്ട്സ്, ഇവരെ ഒക്കെ ഇൻഫ്ലുവൻസ് ഇതിലുണ്ട്. അതെ, അത് ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് അതാണ്. അപ്പൊ അവരുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്ന ഒരു കാര്യം, ഇപ്പൊ സമയം കുറച്ച് അധികമായിട്ടുണ്ട്, എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസിലുള്ളൊരു സ്റ്റോറി ഉണ്ട്. ഇതിപ്പം മാം പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റിയതാണ്. ആളീ പറഞ്ഞതുപോലെ സ്കൂളിൽ ഉണ്ടായിരുന്ന ഒരു അഫെയറുമായിട്ട് ഫ്രണ്ട്സുമായിട്ടുണ്ടായിരുന്ന ഒരു പ്രശ്നമാണ്. പക്ഷെ ഞാനത് സംസാരിച്ച് വന്നപ്പോൾ അതിന്റെ റൂട്ട് കോസ് വന്ന് കിടക്കുന്നതും പാരന്റ്സിലാണ്. അതാണ് പ്രശ്നം.
കാരണം അത് പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നതാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇവിടെ ശരിക്കും പാരൻസ് അറിഞ്ഞിട്ടില്ല ആ ഒരു പ്രശ്നം. അങ്ങനെ ഒരു പ്രശ്നം എൻ്റെ മോൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് അവർ അറിഞ്ഞിട്ടില്ല. ഞാൻ ആ കാര്യം എടുത്ത് ചോദിച്ച സമയത്ത് അവരാകെ ഷോക്കായി പോവാണ്. അപ്പം ടൈം ഒരു 10 മിനിറ്റ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ഷെയർ ദാറ്റ്. 10 മിനിറ്റ് ഉണ്ടാവോ? കുഴപ്പമില്ല. ഓ വി ആർ ഓക്കെ ഓക്കെ. ഓക്കെ. അതായത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കസിൻ സിസ്റ്ററാണ്. ഞാൻ അവളെ പരിചയപ്പെടുന്ന സമയത്ത് +2 കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ 2 തവണ സൂയിസൈഡിന് ശ്രമിച്ചിട്ട് മൂന്നാമത്തെ തവണ അതിന് ടെൻഡൻസി കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ കാണിക്കും, ഞാൻ സൈക്കോളജിയുമായിട്ട് എനിക്ക് വലിയ കണക്ഷൻ ഇല്ല, നിങ്ങൾ എന്തായാലും അവിടെ ഒന്ന് കാണിക്കുന്നതായിരിക്കും നല്ലത്, അവർക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റും, അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാം ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അവരുടെ ഒരു ഇൻഫീരിയറിറ്റി കൊണ്ടോ അല്ലെങ്കിൽ പബ്ലിക് ഇമേജ് കൊണ്ടോ എന്നറിയില്ല, അവരതിന് വില്ലിങ് ആയിരുന്നില്ല. ഞാൻ ആവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു, പക്ഷെ അവർ സമ്മതിക്കുന്നില്ല, പോകാൻ പറ്റില്ല, നാട്ടിൽ അങ്ങനെയാണ്, പെൺകുട്ടിയുടെ ഭാവി പോകുന്നൊക്കെ പറഞ്ഞു. ഞാൻ മാക്സിമം ഞാൻ പറഞ്ഞു കൊടുത്തു അങ്ങനെയൊന്നും അല്ല എന്നുള്ളത്, പക്ഷെ അവർ സമ്മതിക്കുന്നില്ല. എനിവേ ഒന്ന് പോയി മീറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. 1 അല്ല 2 അല്ല 3 തവണ ഞാൻ ആളെ കാണാൻ പോയി, ആളെ സംസാരിച്ചില്ല. പക്ഷെ 4ാമത്തെ തവണ ഞാൻ ആളടുത്ത് കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് സംസാരിക്കാനായിട്ട് തീരുമാനിച്ചു. ആളടുത്ത് ഞാൻ കുറച്ച് ഇമോഷണലി സംസാരിച്ചു. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് സംസാരിക്കാമല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ മോളെ കാണാൻ വേണ്ടിയിട്ടാണ് 2 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് വന്നിട്ടുള്ളത്, അപ്പം ഇന്ന് ചേച്ചിനോട് സംസാരിക്കണം എന്നുള്ള രീതിയിൽ ഒരു ഫോർമൽ ടോക്കല്ല, വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞ ഒരു ഒറ്റ കാര്യമാണ്, ചേച്ചി ഇപ്പം ഞാൻ പറഞ്ഞിട്ടെന്താ, പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതാണ് ആദ്യത്തെ ഡയലോഗ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സൈക്കോളജി അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറയണ്ടെങ്കിൽ പലതവണ പറയാൻ ശ്രമിച്ചിട്ടുണ്ടാവില്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഉറപ്പല്ലേ? യെസ്. അപ്പം ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ പറഞ്ഞത്, ചേച്ചിനോട് പറഞ്ഞൂടായിരുന്നോ, പപ്പേനോട് അമ്മേനോട് പറഞ്ഞൂടായിരുന്നോ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ അടുത്ത ഡയലോഗ്, അവരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അവർക്കൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അന്ന് ചേച്ചിനോട് പറഞ്ഞോ, ചേച്ചി ഇവിടെ നിന്നെ കേൾക്കാനല്ലേ വന്നത്, നീ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ചേച്ചി കേൾക്കാം. അപ്പോഴാണ് പതുക്കെ പതുക്കെ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയത്. എൻ്റെ അടുത്ത് ആദ്യമേ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അഫയറിൻ്റെ പ്രശ്നമാണെന്നുള്ളത്, പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. കുട്ടി പറയാൻ തുടങ്ങി, ആൾക്കൊരു അഫെയർ ഉണ്ടായിരുന്നു, ആളുടെ കൂടെ പഠിച്ച പയ്യനായിരുന്നു, പക്ഷെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അധികം ഫ്രണ്ട് സർക്കിൾ ഒന്നും ഇല്ലാത്ത കുട്ടിയാണ്, പക്ഷെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ബെസ്റ്റ് ഫ്രണ്ടും ഈ കുട്ടിയുടെ റിലേഷനിൽ ഉണ്ടായിരുന്ന പയ്യനും തമ്മിൽ ഒരു റിലേഷൻ. കേൾക്കുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും അല്ലേ, ഇതൊക്കെ എല്ലായിടത്തും കേൾക്കുന്നതാണ് എന്ന് നമുക്ക് തോന്നാം. അപ്പം ഇവിടെ സംഭവിച്ചത്, ഒന്ന്, ആൾ ഇഷ്ടപ്പെട്ട ആളുടെ അടുത്തുനിന്ന് കിട്ടിയ ചീറ്റിങ്, അതോടൊപ്പം ഏറ്റവും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഫ്രണ്ടിൻ്റെ അടുത്തുനിന്ന് കിട്ടിയ ആ ഒരു ചതി, 2 കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ കുട്ടി സൂയിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീട്ടില് നാട്ടില് മൊത്തത്തിൽ ഉണ്ടാകുന്ന ന്യൂസ് എന്തായിരിക്കും? നിങ്ങളൊന്ന് പറഞ്ഞേ. എന്തായിരിക്കും? ഒരു അഫെയർ ഉണ്ടായിരുന്നു, അതിന്റെ പ്രശ്നം കൊണ്ട് എന്ത് ചെയ്തു, ആ കുട്ടി അബദ്ധം കാണിച്ചു, അങ്ങനെയല്ലേ പറയാ? ഉറപ്പല്ലേ? പുറത്തറിഞ്ഞു കഴിഞ്ഞാല്, ഈ ഒരു പ്രശ്നം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയല്ലേ ന്യൂസ് വരിക? ആണോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? യെസ്. അപ്പൊ ഇവിടെയും ഇതേപോലെ തന്നെ പാരൻസ് വിചാരിച്ചിട്ടുണ്ടായിരുന്നതും ഇതേ കാര്യമാണ്. പക്ഷെ കുറച്ചങ്ങോട്ട് സംസാരിച്ചപ്പോൾ വീണ്ടും വീണ്ടും ആൾ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവരാരും മനസ്സിലാക്കാൻ പോകുന്നില്ല എൻ്റെ വിഷമം എന്താണെന്ന്, ഇവർക്ക് ആർക്കും എന്നെ മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് എടുത്തെടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിനർത്ഥം കുട്ടി എന്തോ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അവർ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ വേഗം തീർക്കാം. പോയി നമ്മൾ പറഞ്ഞ് ആ കുട്ടി ഓരോ വയസ്സിൽ അവർ പറഞ്ഞാൽ മനസ്സിലാക്കാത്ത ഇൻസിഡൻസ് എൻ്റെ അടുത്ത് എണ്ണി പറയാൻ തുടങ്ങി. 10ാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്ക് പനി ഉണ്ടായിരുന്നു, എനിക്ക് മാത്സ് എക്സാം എഴുതാൻ പറ്റിയില്ല, അന്ന് ഞാനതാവുന്നത് പറഞ്ഞിട്ട് ഇവർക്കത് മനസ്സിലായില്ല. ഇങ്ങനെ ഓരോ പ്രായത്തിൽ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങി.
അവസാനം വന്നു നിന്നത് 4-ാമത്തെ വയസ്സിലാണ്. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എന്തായിരുന്നു? അഫയറിന്റെ കേസിലായിരുന്നു. ഇപ്പൊ വന്നു നിൽക്കുന്നത് 4-ാമത്തെ വയസ്സിൽ. ഇവര് കസിൻസ് ഒക്കെ കളിക്കുന്ന സമയത്ത് ഈ ഒരു കസിൻ പയ്യൻ, ഒരു ബ്രദർ ഉണ്ടായിരുന്നു. അവൻ ഈ കുട്ടീനെ എന്ത് ചെയ്തു? കളിക്കുന്നതിനിടക്ക് പുഷ് ചെയ്ത് വേദനയാക്കിയപ്പോൾ ഇവൾ തിരിച്ച് അവനെ പുഷ് ചെയ്തു. പുഷ് ചെയ്ത സമയത്ത് ആ പയ്യൻ വീണിട്ട് തലയൊക്കെ പൊട്ടി, ചോരയൊക്കെ വന്നു, ആകെപ്പാടെ പ്രശ്നമായി. അപ്പൊ ആ ഒരു സമയത്ത് ഈ കുട്ടീനെ ആദ്യം നന്നായിട്ട് ആ പയ്യൻ നോവിച്ചിട്ടുണ്ട്. ആ നോവിച്ചത് കൊണ്ടാണ് തിരിച്ച് അറ്റാക്ക് ചെയ്തത്. പക്ഷെ ഒന്ന്, ആ കുട്ടിയുടെ തലേന്ന് ചോരയൊക്കെ വന്നപ്പോൾ ഈ കുട്ടി ആകെ പേടിച്ചു പോയെന്ന് മാത്രമല്ല, ആ സമയത്ത് പാരൻസ് വന്ന് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ കുട്ടിയുടെ പാരൻസ് വന്ന് എന്ത് ചെയ്തിട്ടുണ്ടാവും? അടിക്കുകയൊക്കെ ചെയ്യും. അപ്പം ഓട്ടോമാറ്റിക്കലി കുട്ടി പറയാൻ ശ്രമിക്കുന്നുണ്ട്, എന്നെ ഉപദ്രവിച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചത് എന്നുള്ളത് പറയാൻ പലതവണ ശ്രമിക്കുന്നുണ്ട്. പിന്നീട് എപ്പോഴും പല സമയങ്ങളിൽ ഇതിങ്ങനെ പറഞ്ഞു ആ കുട്ടീനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോഴൊന്നും പറയുന്നത് കേൾക്കാനുള്ളൊരു ഇത് അവരെ പാരൻസ് കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് കേസിലും ഇത് തന്നെയാ സംഭവിച്ചത്. ആ കുട്ടിക്ക് പറയാൻ തോന്നുന്നില്ല. അപ്പോ ഒരു പക്ഷേ അവർ കേൾക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇത്രയും വഷളാവില്ലായിരുന്നു. 3-ാമത്തെ തവണ ഈ ഒരു കാര്യം, അല്ലെങ്കിൽ 3-ാമത്തെ തവണ അവൾക്കൊരു ടെൻഡൻസി ഉണ്ട് എന്ന് കണ്ടപ്പോഴാണ് എന്നെ വിളിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു കാര്യം ഞാൻ ആ പാരൻസിനോട് പറഞ്ഞ സമയത്ത് അവരാകെ എന്താ പറയാ, ഷോക്ക് ആയിപ്പോന്ന് പറയില്ലേ. അവർക്ക് ഓർമ്മ പോലും ഇല്ല അങ്ങനെ ഒരു സംഭവം. അത് മറന്നു. കാരണം കുറേ വർഷം മുന്നെയാണ് ആ സമയം നടന്നു. കുറച്ച് സമയം അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ വർഷം ഇത്രയും കഴിഞ്ഞു, അവരത് പാടേ മറന്നുപോയി. പക്ഷെ ഈ കുട്ടി അതും വച്ചോണ്ടാണ് ഇത്രയും സമയം ഓരോ കാര്യങ്ങളും ജഡ്ജ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതേപോലെ ചില കാര്യങ്ങള് ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ എൻ്റെ മോനെ പറ്റി മര്യാദക്ക് ചിന്തിച്ചു തുടങ്ങിയത് അതുകൊണ്ടാണ്. നമ്മൾ പറയുന്ന ചില കാര്യങ്ങള്, ചെയ്യുന്ന ചില ആക്ഷൻസ്, ഈവൻ നമ്മുടെ മുഖത്തിന്റെ ഗസ്റ്റേഴ്സ്, മുഖഭാവം പോലും അവരുടെ മെമ്മറിയിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കുന്നുള്ളതാണ്. അപ്പോൾ അതൊരു എന്താ പറയാ, ഇപ്പൊ ആള് ഓക്കെയാണ്. ആളിപ്പോ ഏവിയേഷൻ പഠിക്കുകയാണ്, ഓക്കെയാണ്. എനിവേ അവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു, കെട്ടിപ്പിടിച്ചു, കരഞ്ഞു. കാരണം അമ്മയും പപ്പയും അറിയുന്നില്ല ഇതാണ് കുഞ്ഞിന്റെ റീസൺ എന്നുള്ളത്. അപ്പൊ അവള് പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ, ഒരു പക്ഷെ എന്നെ അവർ കേട്ടിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വേദന ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതാണ്. കാരണം എല്ലാ ഭാഗത്തുനിന്നും ഒറ്റക്കായിപ്പോയി. ഫ്രണ്ട് പോയി, ലവർ പോയി, നീ ആരടുത്തും പറയാനും ഇല്ല എന്നുള്ളൊരു തോട്ട് വന്നപ്പോഴാണ് മതി, എല്ലാം അവസാനിപ്പിച്ച കളി. ഇതന്നെയാണ് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് പറ്റുന്നത്. അവർക്ക് അറിയുന്നില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. എല്ലായിടത്തുനിന്നും ഹെൽപ്ലെസ് ആവുന്ന സമയത്ത് ഒരൊറ്റ സൊല്യൂഷനാണ് അവർ കാണുന്നത്. +2 പഠിക്കുന്ന കുട്ടിയാണ്. പുറത്തു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ അഫെയറിലാണ്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും നമുക്ക് കുറ്റപ്പെടുത്താനില്ല. എനിവേ അതങ്ങനെയാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞപ്പോൾ അത് ചേർത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, എനിവേ ഇത്രയും സമയം നിങ്ങൾ കേട്ടിരുന്നതിന് ഒരുപാട് താങ്ക്സ്. ഒരുപാട് സമയം എടുത്തു. ഓക്കെ മാം, റെക്കോർഡിങ്സ് ഉണ്ടാകോ? ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി കയറാനായിട്ട്. റെക്കോർഡിംഗ് ഉണ്ടല്ലോ. ഉണ്ടല്ലേ? ഗ്രൂപ്പിൽ ഷെയർ ആവും അല്ലേ? ഓക്കെ. എനിവേ കുറച്ച് പീപ്പിൾസിനെ പരിചയപ്പെടുത്തി ഒരുപാട് താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്തൂടെ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. മാഡം താങ്ക് യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. നല്ല പ്ലസന്റ് ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. എടുക്കണം. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും താങ്ക്സ് അറിയിക്കുന്നു.
Okay. ഇതുപോലെ ക്ലാസ്സുകൾ എടുക്കാനായിട്ട് എല്ലാവരും മുന്നോട്ട് വരിക. Okay, thank you all.